നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം ഈ വൈകുന്നേരം സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. TBFൻ്റെ ബൈബിൾ ക്ലാസ്സിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ഇത്രയും പേർക്ക് വിവിധയിടങ്ങളിൽ നിന്ന് ഒന്നിച്ചു കൂടുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. കടന്നു വന്ന എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വിശേഷാൽ പാട്ടുപാടുന്ന കുഞ്ഞുങ്ങൾ, വചനം ശുശ്രൂഷിക്കുന്ന കർത്തൃദാസൻ സന്തോഷ് മാത്യു അവറുകൾ, അതുപോലെ തന്നെ ഇന്ന് ആദ്യമായിട്ട് നമ്മുടെ മീറ്റിങ്ങിൽ കടന്നു വന്ന് സംബന്ധിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പ്രിയ ചെങ്കച്ചോളെ സഭയിലെ ജിജിൻ, പ്രിയപ്പെട്ടവരെല്ലാവരെയും ഈ മീറ്റിങ്ങിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥിച്ച് നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കാം. പ്രാർത്ഥിച്ച് മീറ്റിംഗ് ആരംഭിക്കുന്നതിന് വേണ്ടി പുല്ലാന്നുള്ള സഭയിലെ ജോയ് സോവറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രാർത്ഥിക്കും. സ്വർഗീയ പിതാവേ, പരിശുദ്ധനായ കർത്താവേ, അടിയങ്ങളെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, വൈകുന്നേരം സമയത്ത് ഞങ്ങളുടെ സന്നിധിയിൽ അടിയങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ അടിയങ്ങളെ അനുവദിച്ച വലിയ സ്നേഹത്തിനായ സ്തോത്രം. പ്രഭാതത്തിൽ അടിയങ്ങളെ കരുതി അങ്ങേ ആരാധിപ്പാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാനൊക്കെ ഇടയാക്കി ശേഷിച്ച സമയങ്ങളിൽ അടിയങ്ങളെ സൂക്ഷിച്ചു. കർത്താവേ, ഈ സമയത്ത് ഞങ്ങളുടെ വചനം പഠിക്കുവാൻ അടിയങ്ങളെ ഇടയാക്കുന്ന വലിയ സ്നേഹത്തിനായ സ്തോത്രം. അങ്ങയുടെ ദാസനെയും അടിയങ്ങളെ മധ്യേ കൂട്ടിക്കൊണ്ടുവന്നതിനായി സ്തുതിക്കുന്നു. കർത്താവേ, പാടുവാനുള്ള കൃപ പ്രിയ കുഞ്ഞുങ്ങൾക്ക് നൽകി സഹായിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളാക്കി തീർക്കണമെന്ന് അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വന്നതിലേക്കും സന്തോഷത്തോടെ മടങ്ങുവാൻ ഇടയാക്കണം. കർത്താവെ, ആഗ്രഹിക്കുന്നവരെ കൂട്ടിവരുത്തണം. എല്ലാ മഹത്വവും ബഹുമാനവും പൂഴ്ചയും അങ്ങേക്ക് ക്രിസ്തുയേശുവിൻ്റെ തനിമേറിയ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒരു പാട്ട് പോലും രചിച്ചതായിട്ട് നാം കാണുന്നില്ല. എന്നാൽ ആ കർത്താവിനെ കുറിച്ച്, തൻ്റെ മഹത്വത്തെക്കുറിച്ച് ലക്ഷോപലക്ഷം ഗാനങ്ങളാണ് ഈ ഭൂമിയിൽ രചിക്കപ്പെട്ടിട്ടുള്ളതും ഇന്നും രചിച്ചുകൊണ്ടിരിക്കുന്നതും. നാം അതൊക്കെ പാടി ഈ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണല്ലോ. അത്രമാത്രം അവൻ ശ്രേഷ്ഠനാണ്, ഉന്നതനാണ്. ഈ സന്ധ്യാസമയവും നമ്മുടെ കർത്താവിൻ്റെ മഹത്വത്തെയും അവൻ്റെ സൽഗുണങ്ങളെയും ഘോഷിക്കുന്ന ആത്മീയ ഗാനങ്ങൾ നമുക്ക് പാടിക്കേൾക്കാം. കർത്താവിൻ്റെ ആയിരമായിരം ഗുണവിശേഷങ്ങൾ നമുക്ക് വർണ്ണിക്കാൻ സാധിക്കും. അതിലൊന്നാണ് കർത്താവിൻ്റെ വിശ്വസ്തത. അവൻ എത്ര വിശ്വസ്തനായ ദൈവമാണ്. നമ്മെ ദൈവം വിളിച്ചു, എന്നാൽ വിളിച്ചിട്ട് വഴിയിൽ വിട്ടേച്ചു പോകുന്ന ദൈവമല്ല. നമ്മെ ലക്ഷ്യസ്ഥാനം എത്തും വരെയും വിശ്വസ്തയോടുകൂടെ പരിപാലിക്കുന്ന ഒരു ദൈവമാണ്. ഇതുപോലെ വിശ്വസ്തനായ ഒരു ദൈവമില്ല. എല്ലാ ദിവസവും അവൻ നമ്മെ വിശ്വസ്തയോടുകൂടെ കാത്തു പരിപാലിക്കുന്നു. ഈ ഒരു ആശയം പറഞ്ഞ ഒരു ഇംഗ്ലീഷ് ഗാനം നമുക്കിപ്പോൾ പാടിക്കേൾക്കാം. ഗ്രേറ്റ് ഈസ് ദൈ ഫെയ്ത്ത്ഫുൾനെസ് എന്ന് തുടങ്ങുന്ന ഒരു ഗാനം പുല്ലാന്നുള്ള സഭയിലെ ഫേബ ജോയ് നമുക്ക് വേണ്ടി ഇപ്പോൾ ആലപിക്കുന്നതാണ്.
to share and to God. Strength for today and bright hope for tomorrow. Blessings all mine with 10,000 beside. Great is thy faithfulness, great is thy faithfulness. Morning by morning, new mercies I see. All I have needed, thy hand hath provided. Great is thy faithfulness, Lord, unto me. വളരെ നല്ലൊരു ഇംഗ്ലീഷ് ഗാനം നമുക്ക് പാടിക്കേൾക്കാനിടയായി. തുടർന്ന് ഒരു ഗാനം കൂടെ നമുക്ക് പാടിക്കേൾക്കാം. കർത്താവിൻ്റെ വിശ്വസ്തതയായിരുന്നല്ലോ നാം ഓർത്തത്. ഈ കർത്താവ് ഏതെല്ലാം കാര്യത്തിൽ വിശ്വസ്തനാണെന്ന് വർണ്ണിക്കുന്ന മറ്റൊരു ഗാനം കൂടെ നമുക്ക് പാടിക്കേൾക്കാം. നമ്മെ കണ്ണിൻ മണി പോലെ കാത്തു സൂക്ഷിക്കുന്നതിൽ ദൈവം വിശ്വസ്തനാണ്. ഈ ലോകത്തിൽ വഴുതി വീഴാതെ ഉള്ളം കരത്തിൽ വഹിക്കുന്നതിൽ അവൻ വിശ്വസ്തനാണ്. ഒരിക്കലും തള്ളിക്കളയില്ല എന്ന് പറഞ്ഞ വാക്കിൽ അവൻ വിശ്വസ്തനാണ്. ഈ ആശയം വരുന്നൊരു ഗാനം ഇപ്പോൾ നമുക്ക് പാടിക്കേൾക്കാം. പുല്ലാന്നുള്ള സഭയിലെ അക്സ SS നമുക്ക് വേണ്ടി ഇപ്പോഴും ആലപിക്കുന്നതാണ്. കണ്ണിൻ മണി പോൽ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും. തള്ളിക്കളയാതെ
അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ നാം പാടി കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയായിരുന്നു. ഈ കുഞ്ഞുങ്ങൾക്ക് പാടുവാനുള്ള കൃപ ദൈവം കൊടുത്തെങ്കിലും ആ കൃപ വികസിപ്പിച്ച് വർദ്ധിപ്പിച്ചെടുക്കേണ്ടതൊരു ആവശ്യമാണ്. TBF ആണ് അതിന് ഏറ്റവും കൂടുതൽ അവസരങ്ങൾ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത്. ആ അവസരം ലഭിക്കുന്നത് കൊണ്ട് അവർക്ക് ധാരാളമായിട്ട് പരിശീലിക്കാനും പാടാനും ആ നിലയിൽ ദൈവം കൊടുത്ത കൃപ വികസിപ്പിക്കാനും ഇടയായി തീരുന്നുണ്ട്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. തുടർന്ന് നാം വചന ശുശ്രൂഷയുടെ മുമ്പാകെ ആയിരിക്കാൻ പോവുകയാണ്. നേരത്തെ പ്രസ്താവിച്ചതുപോലെ കൊട്ടാരക്കരയിലെ കർത്താവിൻ്റെ ദാസൻ സന്തോഷ് മാത്യു അവറുകൾ നമുക്ക് ആവശ്യമായ വചനത്തിൻ്റെ ആലോചന പങ്കിട്ട് തരുന്നതായിരിക്കും. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവത്തിലായിരിക്കാം. ഇപ്പോൾ വചന ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവിൻ്റെ ദാസനെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ സായന്തന സമയത്ത് ഇവിടെയുള്ള ദൈവജനത്തോട് ചേർന്ന് കർത്താവിൻ്റെ മുമ്പിലായിരിക്കാൻ ദൈവം നമുക്ക് തന്ന നല്ല സന്ദർഭത്തിനായിട്ട് ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമുക്ക് കൃപ ചെയ്തു. ദൈവത്തിൻ്റെ വൻ കൃപകളെ ധ്യാനിച്ചുകൊണ്ട് തന്നെ 2 ഗാനങ്ങൾ കേട്ട് നാം ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. ആ ഗാനങ്ങളോട് ചേർന്ന് നമുക്കും ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മെ കർത്താവ് തൻ്റെ കണ്ണിൻ മണി പോലെ സൂക്ഷിക്കുന്ന ഒരു ദൈവമാണ് എന്നുള്ളത് നമ്മെ ഓർപ്പിച്ചു. ആ വലിയ ഓർമ്മയുടെ മുമ്പിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു പക്ഷേ നോട്ടീസിൽ കണ്ടു കാണും, ഒരു വിശ്വാസിയുടെ അതിജീവനം എന്ന വിഷയമാണ് ഞാൻ ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിച്ചത്. ക്രിസ്തീയ ജീവിതത്തിൽ ഈ അതിജീവനം എന്ന വിഷയത്തിന് വളരെ പ്രാധാന്യമുണ്ട്. എങ്ങനെ ചില അനുഭവങ്ങളെ നേരിടാം, എങ്ങനെ ചില പ്രതിസന്ധികളുടെ മുമ്പിൽ ഒരു വിശ്വാസിക്ക് നിലനിൽക്കാം, എങ്ങനെ നമ്മുടെ സാഹചര്യങ്ങളെ നേരിട്ട് വിജയം നേടാനായിട്ട് നമുക്ക് കഴിയും. ഈ അടുത്ത സന്ദർഭങ്ങളിൽ ചില പ്രിയപ്പെട്ടവരോട് സംസാരിച്ചപ്പോൾ ഒരു പക്ഷേ നാം ചിന്തിക്കുമ്പോൾ ക്രൈസ്തവ സമൂഹത്തിൽ അനേക കുടുംബ ബന്ധങ്ങൾ വളരെ താറുമാറായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ഇന്ന് ജീവിക്കുന്നത്. അതിലൊരു പകുതിയോളം ആരോടും പറയാതെ ആ പ്രശ്നങ്ങൾ അവർ തന്നെ മനസ്സിൽ ഒതുക്കി കൊണ്ട് നടക്കുന്ന ഒരു അനുഭവം. ബാക്കി പകുതിയോളം വിഷയങ്ങൾ അത് പൊട്ടിത്തെറിച്ച് ഒരു വലിയ വിവാദങ്ങളിലേക്ക് വിഷയങ്ങളിലേക്ക് ആയിപ്പോകുന്ന ഒരു സമൂഹം ഇന്ന് നമ്മുടെ മധ്യത്തിലുണ്ട്. പുറമേ നോക്കുമ്പോൾ വളരെ സന്തോഷത്തോടെ അവർ നിൽക്കുന്നു എന്ന് തോന്നാം എങ്കിൽ പോലും അതിൻ്റെ ഉള്ളിൽ പലപ്പോഴും പല സാഹചര്യങ്ങളെയും പ്രതിസന്ധികളെയും നേരിടുവാൻ അവർക്കറിയാൻ വയ്യാതെ, ജീവിതം എന്ത് ചെയ്യണമെന്നറിയാതെ താറുമാറായിക്കൊണ്ടിരിക്കുന്ന ഒരനുഭവം. സ്കൂൾ കുട്ടികളുടെ മധ്യത്തിൽ ഒരു കുടുംബജീവിതത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചോ അതെങ്ങനെ നേരിടണമെന്ന വിഷയത്തെക്കുറിച്ച് അറിയാതിരിക്കുകയും എന്നാൽ പൊടുന്നനവെ അവരുടെ ചിന്താഗതികളിൽ, ഇഷ്ടങ്ങളിൽ, അവരുടെ താല്പര്യങ്ങളിൽപ്പെട്ട് ഒരു കുടുംബ ബന്ധം ആരംഭിക്കുമ്പോൾ ചില നാളുകൾ, ചില മാസങ്ങൾ കഴിയുമ്പോൾ ഒരു പക്ഷേ കൊലപാതകത്തിനും ആത്മഹത്യക്കും അതുപോലെയുള്ള വലിയ വിവാദങ്ങളിലേക്ക്, വിഷയങ്ങളിലേക്ക് അതായി പോവുകയും ചെയ്യും. ക്രിസ്തീയ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ ദൈവത്താൽ കൂട്ടിയോജിക്കപ്പെടുവാൻ കഴിയാത്ത കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകും എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്കറിയാം. നമ്മുടെയൊക്കെ തലമുറകളുടെ ജീവിതത്തിൽ ദൈവത്താൽ കൂട്ടിയോജിക്കപ്പെടുന്ന ഒരു കുടുംബജീവിതം ദൈവം തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ നമ്മളെക്കാൾ അധികമായി വലിയവനായ ദൈവം അധികാരമേറ്റെടുത്ത് അതിൻ്റെ ചുമതലകൾ വഹിക്കേണ്ടത് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി ദൈവത്തിന് പൂർണ്ണമായ പ്രാധാന്യം കൊടുക്കേണ്ടത് ആവശ്യമാണ്. വിശുദ്ധ തിരുവെഴുത്തിലേക്ക് നാം നോക്കുമ്പോൾ ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ട കുടുംബ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയായി പരിശുദ്ധാത്മാവ് നമ്മോടുകൂടെയുണ്ട്. ഏത് സാഹചര്യങ്ങളിലും നമ്മോട് കൂടെ നിന്ന് നമ്മെ ബലപ്പെടുത്തുന്ന ശക്തിയായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോടുകൂടെയുണ്ട്. എന്നാൽ ഇന്ന് സൺഡേ സ്കൂളുകളിലും അതുപോലെയുള്ള നമ്മുടെ കുഞ്ഞുങ്ങളോടൊക്കെ പഠിപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് അവർക്ക് യാതൊരു അറിവുമില്ലാതെ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ നമ്മിൽ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഗ്രാഹ്യമില്ലാതെ ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് ജീവിക്കുന്നു. എൻ്റെ പേരൻസ് ജീവിച്ചില്ലേ, അതുപോലൊക്കെ തന്നെയുള്ളൂ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ജീവിച്ചില്ലേ, അതൊക്കെ തന്നെയുള്ളൂ എന്ന് പറഞ്ഞ് മാനുഷികമായ നിയന്ത്രണങ്ങൾക്ക് കീഴിൽ വീണ് അവിടെയും ജീവിതം പരാജയത്തിലേക്ക് പോകുന്ന ഒരു ചിത്ത.
ഞാൻ അതുകൊണ്ടാണ് ഈ വിഷയം ഇന്ന് ഈ ദിവസങ്ങളിലെല്ലാം ഞാൻ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. ഒരു വേദഭാഗം അതിനോട് ചേർന്ന് നമുക്ക് വായിക്കാം. യാക്കോബ് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 7ഉം 8ഉം വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കുന്നു. യാക്കോബിൻ്റെ പുസ്തകം 5-ാം അധ്യായം 7-8 വാക്യങ്ങൾ. എന്നാൽ സഹോദരന്മാരെ, കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിരിക്കുവീൻ. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടെ ഇരിക്കുന്നുവല്ലോ. നിങ്ങളും ദീർഘക്ഷമയോടെ ഇരിക്കുവിൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നോക്കുക, 2 വേദഭാഗങ്ങളിൽ ഒരു വാക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആവർത്തിച്ചു പറയുന്നു. ഒന്നാമത്തെ ഭാഗത്ത് 7-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിങ്ങൾ ദീർഘക്ഷമയോടിരിക്കുവീൻ. അതിൻ്റെ അവസാന ഭാഗത്ത് ദീർഘക്ഷമയോടിരിക്കുന്നുവല്ലോ. അടുത്ത വാക്യത്തിലും നിങ്ങളും ദീർഘക്ഷമയോടെ ഇരിക്കുവിൻ. എങ്ങനെ ക്രിസ്തീയ ജീവിതത്തിലെ സാഹചര്യങ്ങളെ നേരിടാമെന്ന് ചോദിച്ചാൽ ദൈവവചനം പറയുന്ന അനേക റഫറൻസുകളിൽ ഒന്ന് ദീർഘക്ഷമയോടെ ഇരിക്കുക, അനങ്ങാതെ ഇരിക്കുക, മിണ്ടാതെ ഇരിക്കുക, സാഹചര്യങ്ങളെ നേരിടുക, പ്രതികരിക്കാതിരിക്കുക, എടുത്തു ചാടാതിരിക്കുക, നിങ്ങളും ദീർഘക്ഷമയോടെ കാത്തിരിക്കുക. അവിടെ വായിക്കുന്നത് കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ, കർത്താവിൻ്റെ മധ്യാകാശ വരവ് വരെ, കർത്താവ് തൻ്റെ ജനത്തെ മധ്യാകാശത്തിൽ ചേർക്കുന്നത് വരെയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ദീർഘക്ഷമയോടെ ഇരുന്നേ മതിയാകുള്ളൂ. അതിനൊരു ഉദാഹരണം പറയുന്നു. ഒരു കൃഷിക്കാരൻ മുൻമഴയും പിന്മഴയും ലഭിക്കുന്നത് വരെ ദീർഘക്ഷമയോടെ ഇരിക്കുന്നു. കൃഷി തുടങ്ങുന്ന കാലഘട്ടത്തിൽ ലഭിക്കുന്നത് മുൻമഴ, അതിനുശേഷം തീരുന്ന കാലഘട്ടത്തോട് ചേർന്ന് ലഭിക്കുന്നത് പിന്മഴ. അവനറിയാം മുൻമഴ പെയ്താൽ പിന്മഴയും വരും. മുൻമഴ വരുമ്പോൾ അവൻ കൃഷി ഇറക്കുകയും പിന്മഴ വരുമ്പോൾ അത് തിരികെ കൊയ്തെടുക്കുകയും ചെയ്യുന്ന ഒരു പ്രതീതി. അവൻ അതിനുവേണ്ടി കാത്തിരിക്കുന്നു. മുൻമഴ വരട്ടെ എന്ന് കരുതി അവൻ കാത്തിരിക്കുന്നു. വരുമ്പോൾ അവൻ്റെ കൃഷി ഇറക്കുകയാണ്. പിന്മഴയ്ക്കായി കാത്തിരിക്കുമ്പോൾ അതാണ് അതിൻ്റെ കാലമെന്ന് മനസ്സിലാക്കി അത് കൊയ്യാനും സമ്പാദിക്കാനും അത് തൻ്റെ കളപ്പുരയിലേക്ക് കൊണ്ടുവരുവാനും അവൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ നിങ്ങളും ദീർഘക്ഷമയോടെ ഇരിക്കുന്ന 8-ാം വാക്യത്തിൽ നിങ്ങളും ദീർഘക്ഷമയോടെ ഇരിക്കുവീൻ. അടുത്തത്, നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവീൻ, കർത്താവിൻ്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. മേളിൽ അതാണ് പറയുന്നത്, കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ നിങ്ങൾ ദീർഘക്ഷമയോടെ ഇരിക്കുവീൻ. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതയാത്രയിൽ നമുക്കറിയാം എത്രമാത്രം ദീർഘക്ഷമയോടെ സാഹചര്യങ്ങളെ നേരിട്ടു എന്ന് നമുക്കറിയാം. ഒരുപാട് പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹം എഴുതി വന്നു. ഞാൻ നേരിട്ട പ്രശ്നങ്ങൾ, അവിടെയൊന്നും അപ്പോസ്തലനായ പൗലോസ് തിരിച്ചൊരു വാക്ക് പറഞ്ഞില്ല, പ്രതികരിച്ചില്ല, യാതൊരു ഉപദ്രവവും അവിടെ ചെയ്തില്ല. യാതൊരു നിലയിലുള്ള വാക്കിലോ പ്രവൃത്തിയിലോ ഒരു പ്രതികാരവും അവരോട് ചെയ്യാതെ ദീർഘക്ഷമയോടെ കാത്തിരുന്നു. തക്ക സമയത്ത് ദൈവം പ്രവർത്തിച്ചു. അർദ്ധരാത്രിയിൽ, വെട്ടവും വെളിച്ചവും ഇല്ലാത്ത ഒരു പാതിരാത്രിയിൽ, കാരാഗൃഹത്തിന്റെ ഉള്ളറയിൽ, ഒരുപക്ഷെ ചെറിയൊരു വെട്ടത്തിൽ കയ്യിലും കാലിലും ചങ്ങലയിട്ട ആമത്തിലിട്ട് അപ്പോസ്തലന്മാരവിടെ കിടക്കുമ്പോഴും നാം ചിന്തിക്കും, ഈ അർദ്ധരാത്രിയുടെ സമയത്ത്, വെളിച്ചമില്ലാത്ത സമയത്ത്, ഇത്രമാത്രം ഉള്ളിലുള്ള കുണ്ടറയിൽ എന്നെ രക്ഷിക്കാൻ ആര് കടന്നു വരും? ഇല്ല, ആരും കടന്നു വരികയില്ല, ഞാനിവിടെ കിടന്നു മരിക്കുകയുള്ളൂ. അങ്ങനെ പൗലോസ് പറഞ്ഞില്ല. അവിടെയും ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നു. എന്നെ ഇവിടെ കൊണ്ടുവന്ന ദൈവം ഇവിടെ നിന്ന് വിടുവിപ്പാൻ ശക്തനാണ്, അവൻ എന്നെ വിടുവിക്കുമെന്നുള്ള ദീർഘക്ഷമയോടെ കാത്തിരുന്നപ്പോൾ വായിക്കുന്നത്, അർദ്ധരാത്രിയിൽ അവിടെ അത്ഭുതം നടന്നു. ദീർഘക്ഷമയോടെ നിങ്ങൾ കാത്തിരിക്കുക, ദീർഘക്ഷമയോടെ നിങ്ങൾ ഇരിക്കുക, നിങ്ങളുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ സ്ഥിരമാക്കുക. കാരണം കർത്താവിൻ്റെ പ്രത്യക്ഷത ഏറ്റവും അടുത്തിരിക്കുന്നു. ഞാൻ ഇനി വിഷയത്തിലേക്ക് വരിക. എങ്ങനെ നമ്മുടെ ക്രിസ്തീയ ജീവിതം ശരിയായ ഒരു അതിജീവനത്തിലൂടെ മുമ്പോട്ട് പോകും, എങ്ങനെ സാഹചര്യങ്ങളെ അതിജീവിക്കാം? ഒറ്റ ഉത്തരം, നിങ്ങൾ ദീർഘക്ഷമയോടെ ഇരിക്കുവീൻ, നിങ്ങൾ ദീർഘക്ഷമയോടെ കാത്തിരിക്കുവീൻ, കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ. കൂടെ എഴുതിയിരിക്കുന്നു, അത് പേടിക്കണ്ട, കർത്താവിൻ്റെ പ്രത്യക്ഷത ഏറ്റവും അടുത്തിരിക്കുന്നു, ഇനി അധികം ദൂരമില്ല, അവൻ ഏറ്റവും വേഗം കടന്നു വരും. അതുകൊണ്ട് മാക്സിമം കർത്താവിൻ്റെ പ്രത്യക്ഷതയോളം കാത്തിരിക്കുവാൻ. പല കുടുംബ ബന്ധങ്ങളിലും പറയും, അദ്ദേഹം കുടുംബം നോക്കുന്നില്ല, അദ്ദേഹത്തിന്റെ ജീവിതമാണ്, കല്യാണം കഴിച്ചു പോയി, എന്തു ചെയ്യാൻ പറ്റും? കളയാൻ പറ്റുമോ? കൊല്ലാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. എന്തു ചെയ്യണം? എങ്ങനെ സാഹചര്യങ്ങളെ അതിജീവിക്കണം? നിങ്ങൾ ദീർഘക്ഷമയോടെ ഇരിക്കുവീൻ. കുഞ്ഞുങ്ങളെ കുറിച്ച് കംപ്ലൈന്റ്, മാതാപിതാക്കളെ കുറിച്ച് പ്രശ്നം, എങ്ങനെ സാഹചര്യത്തെ നേരിടും? സാമ്പത്തികമായി ബുദ്ധിമുട്ട്, നാളെ എങ്ങനെ ജീവിക്കും? നാളത്തെ കാര്യങ്ങളെ എങ്ങനെ മുമ്പോട്ട് നയിക്കും? കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ ചെലവുകൾ ഇന്ന് വർദ്ധിച്ചു വരികയാണ്, അതിനെ എങ്ങനെ നേരിടും?
ദീർഘക്ഷമയോടിരിക്കുവീൻ, നിങ്ങൾ ദീർഘക്ഷമയോടെ കാത്തിരിക്കുവിൻ, കർത്താവ് വഴിയൊരുക്കും, കർത്താവ് വഴിയൊരുക്കും. ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ചിന്തിക്കുന്നൊരു വസ്തുതയുണ്ട്. കെരീത്ത് തോട്ടിൻ്റെ കരയിൽ നീ ചെന്നിരിക്കണമെന്ന് ഏലിയാവിനോട് കർത്താവ് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ചോദിക്കും, കർത്താവെ ഇരിക്കുകയാണെങ്കിൽ 10 ആളുകളുള്ളത് പോയിരിക്കാം, എന്നാലെങ്കിലേ ഞാൻ പട്ടിണി ഇരിക്കുക എന്ന് അവർ കാണുകയും അവരെന്തെങ്കിലുമൊക്കെ എനിക്ക് കൊണ്ടുതരികയും ചെയ്യുള്ളൂ. ഇത് ആരുമില്ലാത്ത ഈ വനപ്രദേശത്ത്, ഈ കാടിൻ്റെ പ്രദേശത്ത് ഞാൻ ഇരുന്നിട്ട് കർത്താവെ എന്ത് നേടാനാ കർത്താവെ? അതുകൊണ്ട് ആ സ്ഥലം ഒന്ന് മാറ്റി തരണം, ആളുകളുള്ള സ്ഥലത്തേക്ക് പട്ടണത്തിൽ പോയിരുന്നാൽ പോരെ. ഞാൻ ചോദിക്കട്ടെ, ഏലിയാവ് അത് ചോദിച്ചോ? ഏലിയാവ് അവിടെ ഒന്നും മിണ്ടിയില്ല. ആ കർത്താവിൻ്റെ വാക്ക് കേട്ട് ആ കെരീത്തിന്റെ കരയിൽ ചെന്നിരുന്നു. ഞാൻ ഇങ്ങനെ ഒറ്റ വാക്കിൽ ആ വിഷയം അവിടെ അവസാനിപ്പിക്കാം. ഏലിയാവിൻ്റെ മനസ്സിൽ ഒരുപക്ഷെ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ, എനിക്ക് ഇന്ന ആൾക്കാര്, പട്ടണത്തിലെ നേതാക്കന്മാര്, അല്ലെങ്കിൽ ഇന്ന സ്നേഹിതര്, ഇന്ന ചാർച്ചക്കാർ ഒരുപക്ഷെ എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുമെന്ന് വിശ്വസിച്ച ആരും അവിടെ വന്നില്ല. പക്ഷേ ഒരിക്കലും ഏലിയാവ് പ്രതീക്ഷിക്കാത്ത ഒരു അതിഥി അവിടെ കടന്നു വന്നു. കാക്ക രാവിലെയും വൈകിട്ടും തക്ക സമയത്ത് അവന് ഭക്ഷണം കൊടുക്കുവാൻ അവൻ ഒരിക്കലും നിശ്ചയിച്ചിട്ടില്ലാത്ത, ചിന്തിച്ചിട്ടില്ലാത്ത, ഒരിക്കലും അവന് ബുദ്ധിയിൽ വരാത്ത ഒരു കഥാപാത്രത്തെ ദൈവം അവിടെ ഒരുക്കി. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ദീർഘക്ഷമയോടെ കാത്തിരിപ്പീൻ. സ്ത്രീയുടെ അടുക്കിലേക്ക് അയച്ചു. അയ്യോ, ഒരപ്പം. മറ്റൊരു ഭാഷാന്തരത്തിൽ പറയുന്നത്, ഞങ്ങൾക്ക് ഒരു നേരം കഴിക്കാൻ പോലും ഇല്ല, അതിപ്പോൾ താങ്കൾക്ക് തന്നാൽ എൻ്റെ കുഞ്ഞ്, ഞാൻ കഴിക്കുന്ന കാര്യം പോട്ടെ, അമ്മമാരെങ്ങനെയാണല്ലോ, നമ്മൾ കഴിച്ചില്ലേലും വേണ്ടിയല്ല, കുഞ്ഞ്, അയ്യോ എൻ്റെ കുഞ്ഞിനുള്ളതാ. ആ കുഞ്ഞിനുള്ളത് എടുത്ത് ദൈവദാസന് കൊടുത്തപ്പോൾ തലമുറകൾക്ക് വേണ്ടത് ദൈവം അവിടെ ഒരുക്കിയിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാനിങ്ങനെ ചിന്തിക്കുന്ന ആ ദാസിയോട് കർത്താവിൻ്റെ ദാസൻ അത് എനിക്ക് തരിക എന്ന് പറയുമ്പോൾ തന്നെ ദൈവത്തിന്റെ പ്രൊവിഷൻ അവിടെ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ദൈവത്തിന്റെ ദാനം അവിടെ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അവൾ ഒന്നും പ്രതികരിക്കാതെ ദീർഘക്ഷമയോടെ ആ പറഞ്ഞത് അനുസരിച്ച് ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി അവൾ അവിടെ കാത്തിരുന്നു. യോബിനെ കുറിച്ച് നാം വായിക്കുന്നു, 10 ശവപ്പെട്ടികൾ, ഭാര്യയുടെയും ഭർത്താവിന്റെയും അപ്പന്റെയും അമ്മയുടെ മുമ്പിൽ 10 ശവപ്പെട്ടികൾ, നല്ല പൊന്നോമന പുത്രന്മാർ. അവരുടെ ശവശരീരങ്ങൾക്ക് മുമ്പിൽ ആ പിതാവും മാതാവും നിൽക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, പൊട്ടിച്ചിരിക്കാൻ പറ്റുമോ? പൊട്ടിക്കരയാൻ പറ്റുമോ? ആരോട് പ്രതികരിക്കാൻ കഴിയും? എന്തു ചെയ്യും? എന്താണ് സംഭവം? ഒന്നും അറിയില്ല. എങ്കിലും അവൻ ദീർഘക്ഷമയോടെ ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി അവൻ കാത്തിരുന്നപ്പോൾ പിന്നീട് നാം വായിക്കുന്നത്, വീണ്ടും ദൈവം 10 മടങ്ങ് ശ്രേഷ്ഠതയോടെ 10 മക്കളെ ദൈവം അവർക്ക് നൽകി. നഷ്ടപ്പെട്ടതിന്റെ ഇരട്ടി ദൈവം അവിടെ നൽകി. ഇവിടെ കർത്താവിന്റെ ദാസന് പറയുന്നതാണ്, എങ്ങനെ ഒരു വലിയ അതിജീവനം നമുക്ക് നേരിടാമെന്ന് ചോദിച്ചാൽ ദീർഘക്ഷമയോടെ കാത്തിരിക്കാം. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും, നമ്മുടെ രോഗങ്ങളൊക്കെ മാറും, നമ്മുടെ പ്രതിസന്ധികളൊക്കെ മാറും. പക്ഷേ പ്രതികരിക്കാനോ എടുത്തുചാട്ടത്തിനോ മാനുഷികമായ വഴിയിൽ പോകാതെ ദൈവസന്നിധിയിൽ കാത്തിരിക്കുക. ഞാൻ ഇതിന് മറ്റൊരു വ്യാഖ്യാനം പറയുകയാണ്, എങ്ങനെ സാഹചര്യങ്ങളെ നേരിടാം എന്നുള്ളതിന് മറ്റൊരു വാക്ക്, എങ്ങനെ മരുഭൂമിയെ നേരിടാം, എങ്ങനെ ഈ മരുഭൂമിയെ തരണം ചെയ്യാനായിട്ട് കഴിയും. കാരണം ഏറ്റവും ഭയാനകരമായൊരു വിഷയമാണ് മരുഭൂമിയെ നേരിടുക. ഇസ്രായേൽ ജനത്തെ വിടുവിച്ച് നീണ്ട 40 വർഷക്കാലം ആ മരുഭൂമിയെ അവർ നേരിടുകയായിരുന്നു, മരുഭൂമിയോട് യുദ്ധം ചെയ്യുകയായിരുന്നു. ഒടുവിൽ അവർ വിജയിച്ച് അവരുടെ നാട്ടിൽ എത്തിച്ചേർന്നപ്പോൾ നമുക്ക് ഇസ്രായേലിനോട് ചോദിക്കാം, ഇസ്രായേലേ, മോശേ, നിങ്ങൾ എങ്ങനെ ഈ മരുഭൂമിയെ നേരിട്ട് വിജയം നേടി? എന്തവർ പറയും? ആരംഭിച്ച സമയത്ത് മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്, കർത്താവേ, നീ ഞങ്ങൾക്ക് മുമ്പായി പോകുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് അയക്കരുത്. എങ്ങനെയാണ് നിങ്ങൾ മരുഭൂമിയെ വിജയിച്ചത്? ഉത്തരം, ഞങ്ങൾക്ക് തൊട്ടു മുമ്പിൽ ദൈവമുണ്ടായിരുന്നു, ഞങ്ങൾക്ക് അവന്റെ കാൽപ്പാടുകൾ കാണാമായിരുന്നു, അതേ കാൽപ്പാടിലാണ് ഞങ്ങളും ചവിട്ടിയത്. ഒരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു, ആ കാൽപ്പാടുകൾ ഒരിക്കലും ഞങ്ങളെ നാശത്തിലേക്ക് തള്ളിവിടുകയില്ല. ആ കാൽപ്പാടുകൾ നോക്കി ഞങ്ങൾ പോയി. എന്നാൽ ചിലപ്പോഴൊക്കെ ഞങ്ങളുടെ കാൽപ്പാടുകൾ ഒന്ന് ഇടറിപ്പോയിരുന്നു, ഒന്ന് പതറിപ്പോയിരുന്നു. അവിടെയെല്ലാം ഞങ്ങൾക്ക് തീർത്താൽ തീരാത്ത വേദനയും ദുഃഖവും നിരാശയും ദൈവത്തിന്റെ ന്യായവിധിയിൽ ലഭിച്ചു. പക്ഷേ പിന്നെയും ആ കർത്താവിന്റെ കാൽപ്പാടിലേക്ക് വന്നു. കർത്താവിന്റെ കാൽപ്പാടിൽ ചേർന്ന് നിന്ന കാലഘട്ടത്തിലൊക്കെയും മരുഭൂമി ഞങ്ങൾക്കൊരു മരുഭൂമി അല്ലായിരുന്നു, മറിച്ച് ദൈവത്തിന്റെ ഒരു മടിയായിരുന്നു. അമ്മയുടെ മടിത്തൊട്ട് പോലെ, സ്നേഹത്തിന്റെ മടിത്തൊട്ട് പോലെ ഞങ്ങൾക്കൊരു സുന്ദരമായ മടിയായിരുന്നു. അതിലൂടെ ഞങ്ങൾ എൻജോയ് ചെയ്യുകയായിരുന്നു, സന്തോഷിക്കുകയായിരുന്നു.
കർത്താവ് മോശ എഴുതുന്നുണ്ട്, 40 വർഷം നിങ്ങൾ ആ മരുഭൂമിയിലൂടെ വന്നിട്ടും നിങ്ങളുടെ ചെരുപ്പ് തേഞ്ഞുപോയില്ല, നിങ്ങളുടെ വസ്ത്രം പഴകിപ്പോയില്ല. 40 വർഷം നിലനിൽക്കുന്ന ഒരു ചെരുപ്പും ഒരു മനുഷ്യനും ഈ കാലഘട്ടത്തിൽ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ ഇസ്രായേലിന്റെ ചെരുപ്പ് പോലും തേഞ്ഞു പോകാതെ ദൈവത്തിന്റെ പ്രൊവിഷൻ ആ സാഹചര്യങ്ങളെ, മരുഭൂമി എന്ന വലിയ പ്രതിസന്ധിയെ തരണം ചെയ്ത് അപ്പുറത്ത് കടക്കുവാൻ 40 വർഷം അതിനെ നേരിടുവാൻ ദൈവം അവർക്ക് കൃപ നൽകി. ഒരു കാര്യം കൂടെ ഞാൻ അവിടെ നിന്ന് ഓർപ്പിച്ചു പോകട്ടെ. ചില ദിവസങ്ങൾ കൊണ്ട് നടന്ന് അക്കരെ എത്താനുള്ളൊരു സ്ഥലമേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്കറിയാം, ഏതാണ്ട് കനാൻ നാടിന്റെ അടുക്കൽ വരെ അവരെത്തിയതാണ്. പക്ഷെ ചില ആളുകൾ ഒറ്റുനോക്കി തിരിച്ചു വന്ന് കള്ളത്തരം പറഞ്ഞ് ആകെ വിഷയമായപ്പോൾ കർത്താവ് പിന്നെയും അവരെ മരുഭൂമിയിലൂടെ നടത്തി. ഒരുപക്ഷെ ചില ആഴ്ചകൾ മാത്രം നടന്നെത്തേണ്ടുന്ന ഒരു മരുഭൂമി യാത്രയിൽ 40 വർഷം അവരെ ദൈവം നടത്തി. ദൈവത്തോട് ചോദിക്കാം, ദൈവമേ അത്രയ്ക്ക് വേണമായിരുന്നോ? 40 വർഷം ഈ മരുഭൂമിയിലൂടെ നടത്തണമായിരുന്നോ? പെട്ടെന്ന് അങ്ങ് എത്തിക്കാമായിരുന്നു. അവരെത്രമാത്രം ബുദ്ധിമുട്ട് സഹിച്ചു. കർത്താവ് മറുപടി പറയും, അവർക്കൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. കാരണം പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും. നേരം വെളുത്ത് കൊത്തമ്പാലരി പോലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മല്ലി പോലെ നല്ല ഭക്ഷണം, നല്ല വിളവുള്ള, അനുഗ്രഹമുള്ള, രുചിയുള്ള ഭക്ഷണം ഞാൻ അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നു. വൈകുന്നേരത്ത് കാടപ്പക്ഷികളെ കൊടുത്തു, അവർക്ക് വേണ്ടതെല്ലാം കൊടുത്തു. അവരുടെ വസ്ത്രം ചീഞ്ഞഴിഞ്ഞു പോയില്ല. വൈകുന്നേരമായപ്പോൾ വിയർപ്പ് കൊണ്ട് അവർ നാറിയില്ല, വിശന്ന് തളർന്നു പോയില്ല. അവരുടെ കുഞ്ഞുങ്ങളായാലും തലകറങ്ങി വീണില്ല. അവർക്കാർക്കും ഒരു മരുന്നിന്റെ ആവശ്യം വന്നില്ല. അതിലെ പ്രായമുള്ളവർ പോലും എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിച്ച് മരുഭൂമിയിൽ വീണുപോയില്ല. സ്വാഭാവികമായ മരണമല്ലാതെ അവർക്കൊന്നും സംഭവിക്കാതെ പോറ്റിപ്പുലർത്തിയെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടിൽ മരുഭൂമി ഇത്ര ഭയാനകരമായിരുന്നു എന്ന് പറയുന്നതിന് പകരം ദൈവം അവർക്ക് മുമ്പായി നടന്നപ്പോൾ ആ പ്രതിസന്ധികളെല്ലാം അവർക്കൊരു സുന്ദരമായ ഒരു അനുഭവമായിരുന്നു. ഇത് തന്നെയാണ് ദൈവം നമ്മെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പ്രതിസന്ധികൾ വളരെ പേരും കർത്താവ് പഠിപ്പിച്ചു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടണം, നിങ്ങൾ ദീർഘക്ഷമയോടെ ഇരിക്കണം, ഞാൻ പരിഹരിച്ചുകൊള്ളാം. മോശയോട് പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അഹരോനോടും പറഞ്ഞു, ഞാൻ കൂടെയുണ്ട്, നീ പേടിക്കണ്ട. യോശുവയോട് പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പഴയ നിയമപിതാക്കന്മാരോടെല്ലാം പറഞ്ഞു, ഞാനുണ്ട് നിന്റെ കൂടെ. പുതിയ നിയമത്തിൽ കർത്താവ് സ്വർഗാരോഹണം ചെയ്തപ്പോൾ നമ്മളോടും പറഞ്ഞു, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെയും ഉണ്ട്. മോശയോടുകൂടെ ഇരുന്ന് കർത്താവ് എന്തൊക്കെ ചെയ്തുവോ അതിൻ്റെ ഇരട്ടി നമ്മോടുകൂടെയും ഇരുന്ന് ചെയ്യുവാൻ ദൈവം മതിയായ ദൈവമാണ്. ഒരു ദൈവദാസൻ ഒരിക്കൽ പറഞ്ഞു, ഒരു യോഗത്തിന് പോവുകയാണ്, കുടയില്ലാത്തൊരു കാലം, ഒരു വലിയ മഴ പെയ്യുകയാണ്. അല്പം പോലും താമസിച്ചാൽ അപ്പുറത്ത് യോഗത്തിന് താമസമുണ്ടാകും, എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞുകൂടാ. അദ്ദേഹം പറഞ്ഞു, ഞാൻ നനയാനായിട്ട് തീരുമാനിക്കുക. ദൈവം ഞാൻ നനഞ്ഞാണ് ആ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഓക്കെ. ഇറങ്ങിയപ്പോൾ അദ്ദേഹം ഒരു വാക്ക് പ്രാർത്ഥിച്ചു, പ്രകൃതിയെ നിയന്ത്രിക്കുവാൻ കഴിവുള്ള ദൈവമേ, ഇതിനെ സ്റ്റോപ്പ് ചെയ്യുവാൻ നിനക്ക് കഴിയും. അദ്ദേഹം ഭവനത്തിൽ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും മഴ അവസാനിച്ചു, പൂർണ്ണമായിട്ട് മഴ തീർന്നു. അദ്ദേഹം മഴയില്ലാതെ അവിടെ ചെന്ന് യോഗം നടത്തി, തിരിച്ചു വീട്ടിലെത്തി. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നല്ല രാത്രിയിലാണ് മഴ പെയ്തത്. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചാലും മഴയൊക്കെ നിൽക്കും, നമ്മൾ പ്രാർത്ഥിച്ചാലും പ്രകൃതിയൊക്കെ അടങ്ങും. ദൈവത്തിന് സ്തോത്രം. എങ്ങനെ ഈ മരുഭൂമിയെ നേരിടാം? യോബിന്റെ പുസ്തകം 42-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ യോബ് പറയുന്നുണ്ട്, കർത്താവേ നിനക്ക് സകലതും കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഞാനും നിങ്ങളും വിശ്വസിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനമായ വിഷയം, എൻ്റെ ദൈവത്തിന് സകലതും കഴിയും. അത് പറഞ്ഞാൽ പോരാ, ഇവിടെ നിന്ന് പ്രസംഗിച്ചാൽ പോരാ, ജീവിതത്തിൽ കൊണ്ടുവരണം. എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെ പരിഹരിക്കുവാൻ എൻ്റെ കർത്താവിന് കഴിയും. ഞാൻ തരണം ചെയ്യാൻ പോകുന്ന എൻ്റെ അതിജീവനങ്ങളെ വിജയകരമാക്കുവാൻ എൻ്റെ കർത്താവിന് കഴിയും. യോബിൻ്റെ വിജയം അതായിരുന്നു. ഓരോ മരുഭൂമികളും, ഞാൻ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, കഷ്ടതകൾ, രോഗങ്ങൾ എല്ലാത്തിനും ഒറ്റ പേരും കിട്ടും, മരുഭൂമി. ഞാൻ മരുഭൂമി എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ വിഷയം ഓർത്തോണം. ഓരോ മരുഭൂമിയിലും നാം മനസ്സിലാക്കേണ്ടുന്ന 6 കാര്യങ്ങൾ പ്രാരംഭമായിട്ട് ഞാൻ ഓർപ്പിക്കട്ടെ. നമ്പർ 1, ദൈവത്തിന്റെ ഉദ്ദേശം ഈ മരുഭൂമിയിൽ എന്തായിരിക്കും? ഞാൻ നേരിടാൻ പോകുന്ന ഈ പ്രതിസന്ധിയിൽ എന്താണ് ദൈവത്തിന്റെ ഉദ്ദേശം? തീർച്ചയായിട്ടും ഞാനത് മനസ്സിലാക്കുന്നു. എനിക്കൊരു മാറാരോഗം വന്നു, അല്ലെങ്കിൽ പെട്ടെന്നൊരു അപകടം സംഭവിച്ചു, നന്നായിട്ട് പഠിക്കുന്ന കുട്ടി പെട്ടെന്ന് പരാജയപ്പെട്ടു, സ്കൂളിൽ തോറ്റുപോയി. ഉടനെ നെഗറ്റീവായി ചിന്തിച്ച്, അയ്യോ ഇനി ഞാൻ ജീവിക്കുന്നില്ല, തീർന്നു, ഫിനിഷ്, ഇനി ഞാൻ ഇവിടെ അവസാനിക്കും, ഞാൻ വീട്ടിലോട്ട് പോകുന്നില്ല, ഞാൻ എങ്ങോട്ടും എങ്കിലും പോകും, കിട്ടിയ വണ്ടിക്കകത്തേറി എങ്ങോട്ടേലും പോകുകയാണ്, ഞാൻ വീട്ടിൽ. നെഗറ്റീവായ ആ ചിന്താഗതി കടന്നു വരാതെ ആദ്യം ചിന്തിക്കേണ്ട, കർത്താവേ എനിക്കൊരു പോരായ്മ സംഭവിച്ചു, എനിക്കൊരു പ്രതിസന്ധി നേരിട്ടു, ഈ പ്രതിസന്ധിയിൽ നിന്റെ ഉദ്ദേശം എന്താണ്? ഞാനിങ്ങനെ പറയട്ടെ,
ദൈവത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് ഈ ലോകത്തിലെ ഒരു മനുഷ്യനോട് ചോദിച്ചാലും ആർക്കും പറയില്ല. കാരണം ആർക്കും അറിയില്ല. ആരോട് തന്നെ ചോദിക്കണം? ദൈവത്തോട് തന്നെ ചോദിക്കണം. അതിനെന്തോ ചെയ്യണം? ദൈവസന്നിധിയിൽ ചെന്നിരിക്കണം. ഒന്ന് പരാജയപ്പെട്ടു, ഒരു ബുദ്ധിമുട്ട് സംഭവിച്ചു, ഒരു രോഗം സംഭവിച്ചു, ഒരു പ്രയാസം സംഭവിച്ചു, ഓടി ദൈവസന്നിധിയിൽ മുട്ടുകുത്തിയിട്ട് ദൈവത്തോട് ചോദിക്കണം, കർത്താവേ, നിന്റെ പർപ്പസ് എന്താണ്? നിന്റെ ഉദ്ദേശം എന്താണ്? ഈ പ്രതിസന്ധിയുടെ മധ്യത്തിൽ നിന്റെ തീരുമാനം എന്താണ്? നീ എന്തിനാണ് എന്നെ ഇങ്ങനെ അനുവദിച്ചത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ പറയും, ഇതാണ് എൻ്റെ ഉദ്ദേശം. നമുക്ക് രണ്ടാമത് പ്രാർത്ഥിക്കണം, ദൈവമേ, ആ ഉദ്ദേശം നീ നിവർത്തിക്കുവാൻ എന്നെ ഒരു ഉപകരണമായി എടുക്കുന്നെങ്കിൽ ഐ ആം റെഡി. ഞാൻ വീണ്ടും 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 പരാജയപ്പെടാൻ റെഡിയാണ്. കാരണം ദൈവമാണ് എന്നെ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ദൈവമാണ് ഈ ഉദ്ദേശത്തിന്റെ പുറകിലെങ്കിൽ ഐ ആം റെഡി കർത്താവേ. നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾക്ക് മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് ആവശ്യമുള്ളതാണ്. ഞാനൊരു സെന്റൻസ് ഇങ്ങനെ പറയാം, അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്: ദൈവത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ പ്ലാനാണ്. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം അത് ദൈവത്തിന്റെ പ്ലാനാണ്. ആ പ്ലാൻ നാം ഒക്കെ ജനിക്കുന്നതിന് മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എന്നെക്കുറിച്ചുള്ള പൂർണ്ണ പ്ലാനും എഴുതി വെച്ചിട്ടുണ്ട്. ചില പ്ലാനുകൾ നിവൃത്തീകരിക്കുവാൻ ചില ഉദ്ദേശങ്ങൾ ദൈവം നടപ്പിലാക്കും. ആ ഉദ്ദേശങ്ങൾ ചിലപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടിൽ വേദനയും ബുദ്ധിമുട്ടും കണ്ണുനീരുമുള്ളതാകാം. പക്ഷെ അത് തിരിച്ചറിഞ്ഞ് ആ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറുവാൻ, ദൈവത്തിന്റെ പ്ലാൻ നിറവേറുവാൻ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഒന്നാമത് കഴിയണം. അവിടെ വായിക്കുന്നത് ആ ദൈവത്തിന്റെ ഉദ്ദേശം ഒന്നാമത് നാം തിരിച്ചറിയണം. രണ്ടാമത് ദൈവത്തിന്റെ ഗൈഡൻസ്, ദൈവത്തിന്റെ നിയന്ത്രണം, ആ നേതൃത്വം തിരിച്ചറിയണം. ഞാൻ ഈ പ്രശ്നത്തിലാണ്, എന്ത് ചെയ്യാൻ കഴിയും? നമുക്കറിയാം, നാളുകൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലാണെന്ന് ഒരു കുട്ടി ഒരു കുഴൽക്കിണറിന്റെ കുഴിയിൽ വീണു. വലിയ സെറ്റപ്പുകളും മെഷീനുകളും ഇല്ലാത്തൊരു കാലഘട്ടം. അനേകർ വന്ന് അനേക അഭിപ്രായങ്ങൾ പറയും. ഒരാൾ ഒന്ന് പറയും, മറ്റയാൾ മറ്റൊന്ന് പറയും. അഭിപ്രായങ്ങൾ കൂടുന്നതല്ലാതെ കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിയുന്നില്ല. ഒരാൾ പറയും അപ്പുറത്ത് കുഴിയെടുക്കണം, ഇപ്പുറത്ത് ചെയ്യണം. മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അതിനുള്ളിൽ ശ്വാസം കിട്ടാതെ കുട്ടി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രതിസന്ധിയുടെ മുമ്പിൽ ദൈവം എന്താണ് ചെയ്യുന്നത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ദൈവത്തിന്റെ ഉദ്ദേശം എന്താണെന്നറിയണം. ദൈവം എന്താണ് അതിലൂടെ പ്രവർത്തിക്കുന്നതെന്നറിയണം. അറിയുക മാത്രമല്ല, ദൈവത്തിന് പ്രവർത്തിക്കുവാൻ നമ്മുടെ ആ പ്രശ്നത്തെയും നമ്മെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട്, കർത്താവ്, ഏതാണ്ട് എൻ്റെ പ്രശ്നങ്ങൾ ഇതാണ്, എന്നെ തന്നെ ഏൽപ്പിക്കുന്നു, നീ പ്രവർത്തിച്ചാട്ടെ, ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് കഴിയണം. 3, ദൈവത്തിന്റെ പ്രൊവിഷൻ, ദൈവത്തിന്റെ ദാനം, ദൈവത്തിന്റെ സമ്മാനം, അല്ലെങ്കിൽ ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ, ദൈവത്തിന്റെ ദാനം തിരിച്ചറിയണം. ദൈവം എന്താണ് ആ പ്രതിസന്ധിയിൽ നമുക്ക് തരുന്നത്, ആ പ്രതിസന്ധിയിൽ നമ്മെ സഹായിക്കുന്നത്. ഞാൻ ഓർത്തു, ഞാനും എൻ്റെ കുടുംബവും എല്ലാം കോവിഡായിട്ട് വളരെ പ്രയാസത്തിരിക്കുക. ആ ഭയാനകതയുടെ തൊട്ടടുത്ത സന്ദർഭത്തിൽ ഞങ്ങളുടെ ആ മുമ്പിലൂടെ റോഡിൽ കൂടെ ഒരു മനുഷ്യനും പോരുകയില്ല. ഗേറ്റും അടച്ചിട്ടു. ഗവൺമെന്റ് ഒരു ബോർഡ് അവിടെ കൊണ്ടുവന്ന് തൂക്കി, ഇവിടെ ഉള്ളവർക്ക് കോവിഡാണ്, ആരും വരുന്നില്ല. ഞങ്ങൾക്ക് കടയിൽ പോകാൻ പറ്റുന്നില്ല, സാധനം വാങ്ങിക്കാൻ പറ്റുന്നില്ല, മരുന്ന് വാങ്ങിക്കാൻ പറ്റുന്നില്ല. പെരയ്ക്കകത്ത് തന്നെ ഇരിക്കുന്നു. മേളത്തെ നിലയിൽ വന്ന് ഔട്ടിലോട്ട് നോക്കിയാൽ പോലും ആളുകൾ ഓടിമറയും. കാരണം ആ ഭയാനകതയുടെ സമയമാണ്. എന്നാൽ ഒരു നേരം രാവിലെ, പിറ്റേ ദിവസം രാവിലെ ചില സഹോദരന്മാർ വിളിച്ചു, സഹോദര, ഗേറ്റിന്റെ അവിടെ വരെ ഒന്ന് വന്ന് ചില സാധനങ്ങൾ കൊണ്ട് എടുത്തുകൊണ്ട് പോകണം. ഞാൻ പിറ്റേ ദിവസം കതക് തുറന്ന് നോക്കിയപ്പോൾ ആ ഗേറ്റിന് മുമ്പിൽ മുഴുവൻ സാധനങ്ങളാണ്. എന്തു വേണം അതെല്ലാം. കുഞ്ഞുങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോൾ ബേക്കറിയുണ്ട്, പച്ചക്കറിയുണ്ട്, അരിയുണ്ട്, സകല സാധനങ്ങളും. എന്ന് പറഞ്ഞാൽ ഞാനൊരു പ്രതിസന്ധിയിൽ നിന്നപ്പോൾ എൻ്റെ ആ പ്രതിസന്ധിയെയും ഞങ്ങളെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട്, കർത്താവേ, എനിക്കിതിനെ അതിജീവിച്ചേ മതിയാകുകയുള്ളൂ, പക്ഷെ എന്നെ കൊണ്ട് കഴിയില്ല. നിനക്ക് കഴിയും. ഈ സാഹചര്യങ്ങളെ പരിഹരിക്കുവാൻ, തരണം ചെയ്യുവാൻ നിനക്ക് കഴിയും. ദൈവം ഞങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, എനിക്ക് വേണ്ടി വേണ്ടതെല്ലാം തക്ക സമയത്ത്, തക്ക സ്ഥലത്ത് ദൈവം ഒരുക്കി. അങ്ങനെ ഈ പ്രതിസന്ധിയുടെ, നമ്മുടെ ഓരോ മരുഭൂമിയുടെ മധ്യത്തിലും ദൈവത്തിന്റെ പ്രൊവിഷൻ നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. പലപ്പോഴും നാം ചിന്തിക്കാത്ത മേഖലയിലൂടെ ദൈവം നമ്മെ സഹായിക്കും. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. 4, ദൈവത്തിന്റെ പരിശോധനയെ തിരിച്ചറിയണം. അതാണ് പ്രധാനപ്പെട്ട വിഷയം. എനിക്കൊരു പ്രതിസന്ധി നേരിട്ടു, എനിക്കൊരു ബുദ്ധിമുട്ട് നേരിട്ടു, എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു? തിരിച്ചു ചിന്തിക്കണം. എൻ്റെ ജീവിതത്തിൽ എന്താണ് മൈനസ് സംഭവിച്ചത്? എൻ്റെ ജീവിതത്തിൽ എന്താണ് കുറവ് സംഭവിച്ചത്? ഈ ഒരു പ്രതിസന്ധി, ഈ ഒരു കണ്ണുനീര് എൻ്റെ ജീവിതത്തിൽ വരുവാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഞാൻ എപ്പോഴും എൻ്റെ കുടുംബത്തിൽ പറയും, ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നൊരു വസ്തുത, ദൈവമേ, പ്രതിസന്ധികളെ മധ്യത്തിൽ ഏതെങ്കിലും ചെറുതോ വലുതോ ആയ പ്രതിസന്ധികളിൽ എന്താണ് ഞങ്ങളുടെ തെറ്റെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തി തരണമേ.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. നമ്മുടെ ഹൃദയത്തോട് പറയും, നീ ആ ചെയ്തു, ആ വാക്ക്, നിന്റെ ആ നോട്ടം, നിന്റെ ആ പ്രവൃത്തി, നിന്റെ ആ കാര്യങ്ങള്, ഇന്നിന്ന കാര്യങ്ങള് അത് ശരിയായില്ല, അത് ബുദ്ധിമുട്ടുള്ളതായിരുന്നു, ദൈവത്തിന് ദുഃഖമായി, വേദനയായി എന്ന് ബോധ്യപ്പെടുമ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം? ഞാനൊരു സഹോദരനോടാണ് തെറ്റ് ചെയ്തതെങ്കിൽ, എൻ്റെ വാക്കുകൾ ഒരു സഹോദരനോ സഹോദരിക്കോ ബുദ്ധിമുട്ടായി തീർന്നെങ്കിൽ, ദൈവവചനം അവിടെ വെച്ച്, പ്രാർത്ഥനയൊക്കെ അവിടെ വെച്ചിട്ട് ഞാൻ അവിടെ ചെല്ലണം. അതാണ് വചനം പറയുന്നത്. സഹോദര, ഞാൻ താങ്കളോട് കള്ളമാണ് പറഞ്ഞത്, അല്ലെങ്കിൽ താങ്കളോട് പറഞ്ഞത് ശരിയായില്ല, താങ്കളോട് ഞാൻ തെറ്റായിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ അർത്ഥസത്യമാണ് പറഞ്ഞു, ഞാൻ പാടില്ലായിരുന്നു, ഞാൻ തെറ്റാണ് ചെയ്ത്, താങ്കൾ എന്നോട് ക്ഷമിക്കണം. ഒന്നാമത്തെ ക്ഷമാപണം, മാനസാന്തരം, മടങ്ങി വരണം, ദൈവത്തിന് മുമ്പിൽ മുട്ടുകുത്തണം, കണ്ണുനീരോട് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എൻ്റെ ഈ പ്രതിസന്ധിയുടെ കാരണം അതാണെന്ന് എൻ്റെ മനസ്സിൽ ദൈവാത്മാവ് ബോധ്യപ്പെടുത്തി. ഞാൻ ആ വ്യക്തിയോട് ക്ഷമാപണം നടത്തി. അദ്ദേഹം ക്ഷമിക്കുകയോ ക്ഷമിക്കാതിരിക്കുകയോ നമുക്ക് വിഷയമല്ല, പക്ഷെ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. രണ്ടാമത് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, അങ്ങും എന്നോട് ക്ഷമിക്കണം. ദൈവത്തിൻ്റെ പരിശോധന ഓരോ മരുഭൂമിയുടെ മധ്യത്തിലും നാം തിരിച്ചറിയണം. 5, ദൈവത്തിൻ്റെ ന്യായവിധിയെ തിരിച്ചറിയണം. ഒരു ലേഖനം 11-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ കർത്തൃമേശ നിങ്ങൾ പങ്കെടുക്കാൻ. ഇല്ലെങ്കിലോ, നമ്മുടെ പിള്ളേരൊക്കെ ചോദിക്കുന്നേ, വന്നില്ലെങ്കിലോ, ചെയ്തില്ലെങ്കിലോ? നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിൽക്കാം, നിങ്ങളെ തന്നെ വിവേചിക്കാതെ നിങ്ങൾക്ക് കർത്തൃമേശ എടുക്കാം, നോ പ്രോബ്ലം. പക്ഷേ ദൈവത്തിന്റെ ശിക്ഷാവിധി അതിന്റെ പുറകിലുണ്ട് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. ദൈവത്തിന്റെ ന്യായവിധി അതിന്റെ പുറകിലുണ്ടെന്ന് മറന്നു പോകരുത്. ഓരോ അതിജീവനത്തിന് മുമ്പിലും, ഓരോ മരുഭൂമിയുടെ മുമ്പിലും ഞാൻ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നില്ലെങ്കിൽ, ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ, ദൈവത്തിന്റെ പദ്ധതി തിരിച്ചറിഞ്ഞില്ലെങ്കിൽ, എൻ്റെ കുറവുകളെ തിരിച്ചറിഞ്ഞ് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ, അടുത്തത് ദൈവത്തിന്റെ ന്യായവിധി എൻ്റെ മേലുണ്ടാകുമെന്നുള്ളത് മറന്നു പോകരുത്. ആ ന്യായവിധി ചിലപ്പോൾ കഠിനമായി തീർന്നു എന്ന് വരാം. ഞാൻ ആ ഭാഗം അവിടെ അവസാനിപ്പിക്കുക. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം അതിന് 32-33 വാക്യങ്ങളിൽ മോശ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ, ഇസ്രായേൽ ജനത്തെ നീ ന്യായം വിധിച്ചാൽ അവരാരും ബാക്കി കാണുകയില്ല. ഒരു കാര്യം ചെയ്യും, അവരെ വെറുതെ വിട്ടേര്, ആ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേരങ്ങ് മായിച്ചു കളഞ്ഞേര്. നീ എന്നെ കൊന്നാലും വേണ്ടുകയില്ല, ഇസ്രായേലിനെ നീ ഒന്നും ചെയ്യരുത്. ദൈവസന്നിധിയിൽ ദൈവമോട് വലിയൊരു ന്യായവിധി ചെയ്യാമായിരുന്നു, പക്ഷേ ദൈവം ആ ന്യായവിധിയിൽ നിന്നും മുക്തനായി തീർന്നു. എന്താ വെച്ചാൽ ചെയ്യാതിരുന്നു. കാരണം മോശയുടെ ഒരു മീഡിയേഷൻ അത്രമാത്രം ശക്തമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ച് ബോധ്യത്തോടെ വേണം ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് നയിക്കാൻ. പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ട് അത് വന്നു എന്നുള്ളത് തിരിച്ചറിയണം. അതെൻ്റെ ജീവിതത്തിലെ തെറ്റാണെങ്കിൽ ന്യായവിധി വരുന്നതിന് മുമ്പ് ദൈവത്തോട് ക്ഷമ പറയണം. ചിലപ്പോൾ ചിന്തിക്കും, ഞാൻ ഈ ചെയ്യുന്ന തെറ്റ് ആരും കണ്ടിട്ടില്ല, ആരും അറിയുന്നില്ല, രഹസ്യമായിട്ട് മുറിക്കകത്ത് കടന്ന് വാതിലടച്ചു പൂട്ടി, ആരും കാണുന്നില്ല, വെന്റിലേഷൻ പോലും ഇല്ല, ആരും കണ്ടിട്ടില്ല, ഞാൻ ഈ തെറ്റിയെന്ന് ആരും അറിഞ്ഞില്ലല്ലോ, പിന്നെന്താ കുഴപ്പം? ദൈവത്തിന്റെ വചനം പറഞ്ഞു, കല്ലുകൾ ആർത്തു വിളിക്കും, കല്ലുകൾ ആർത്തു വിളിക്കും. ഒരു കാലഘട്ടത്തിലെ ഭിത്തിയിലൂടെ മണൽത്തരികൾ വിളിച്ചു പറയും, നമുക്കെതിരെ സാക്ഷ്യം പറയുന്ന ഒരു കാലഘട്ടം വരും. സകലതും നഗ്നതും മലർന്നതുമായി ദൈവത്തിന് മുമ്പിൽ വെളിപ്പെടുമ്പോൾ നമ്മൾ ഒന്നും പറയാൻ കഴിയാതെ നിന്ന് പോകും. അന്ന് ചിന്തിക്കും, അയ്യോ, അന്ന് ഭൂമിയിൽ വെച്ച് മാനസാന്തരപ്പെട്ടിരുന്നെങ്കിൽ. അതുകൊണ്ടാണ് ഇന്ന് രാത്രിയിലും ദൈവത്തിൻ്റെ വചനം ഈ വിഷയം ഇവിടെ പറയുന്നത്. ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ച് ഒന്നുകൂടെ ദൈവത്തിൻ്റെ കൃപയെ നിങ്ങൾ ഓർക്കണം. ഓരോ അതിജീവനത്തിൻ്റെ മധ്യത്തിലും, ഓരോ മരുഭൂമിയിലും ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചോണം. 2 കൊരിന്ത്യർ 12:9 വായിക്കുന്നത്, നിന്റെ ഏത് പ്രശ്നങ്ങളുടെ മധ്യത്തിലും പൗലോസേ, എൻ്റെ കൃപ മാത്രം നിനക്ക് മതി. നിന്റെ ആ പ്രശ്നങ്ങൾക്ക് മേൽ എൻ്റെ ശക്തി ഓവർകം ചെയ്യുന്നുണ്ട്, പേടിക്കണ്ട, ഞാൻ കൃപ തന്നോളാം, ഇഷ്ടം പോലെ കൃപ തരാം. നീ കൃപയ്ക്ക് വേണ്ടി യാചിച്ചാട്ടെ, നീ കൃപയ്ക്ക് വേണ്ടി യാചിച്ചാട്ടെ. നമുക്ക് ദൈവത്തോട് പറയേണ്ടുന്ന കാര്യം, ദൈവമേ, ഞാനൊരു പ്രശ്നത്തിലാണ്, ഞാൻ കേവലം ഒരു മനുഷ്യനാ, എനിക്കിതിനെ തരണം ചെയ്യാൻ കഴിയില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല, സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, പോട്ടുമോനെ സാരമില്ല എന്ന് പറയാൻ ആരുമില്ല. ചില യൂത്തൊക്കെ പറയുന്നത് അങ്ങനെയാണ്, അപ്പനോ അമ്മയോ സഹോദരങ്ങളോ ആരെങ്കിലും വന്ന് ആ തോളത്ത് പിടിച്ചും തട്ടിയിട്ട്, മോനെ സാരമില്ല, ഞാൻ ഉണ്ടടാ കൂടെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യില്ലായിരുന്നു. സ്നേഹിത സഹോദരങ്ങളെ, നമുക്കതുപോലും പറയാൻ ആരും കാണുകയില്ല. അവിടെ നാം ചിന്തിക്കേണ്ട, ദൈവമേ, നിന്റെ കൃപയുണ്ടെങ്കിൽ എനിക്കത് മതി. ദൈവത്തിൻ്റെ കൃപ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ എന്നെ കഴിയിപ്പിക്കുന്ന, എന്നെ ധൈര്യപ്പെടുത്തുന്ന, ചെയ്യിപ്പിക്കുന്ന ഒരു ഘടകം. ഒരു ദൈവദാസന് ഒരു സ്വപ്നം കണ്ടു. അദ്ദേഹം കർത്താവും കൂടെ നടക്കുന്നു, 4 കാൽപ്പാടുകൾ.
വലിയൊരു ചെളി നിറഞ്ഞ വലിയൊരു മരുപ്പച്ചയിൽ ചെന്നു, വലിയൊരു ചെളിക്കുഴിയിൽ ചെന്നപ്പോൾ 2 കാലേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം ദൈവത്തോട് പരാതി പറയാം, കൊള്ളാമല്ലോ, പ്രശ്നം വന്നപ്പോൾ എന്നെ അതിലേക്കൂടെ നടത്തിയിട്ട് നമ്മളങ്ങ് അപ്പുറത്ത് പോയി നിൽക്കുക. അത് ശരിയായ നടപടിയൊന്നുമല്ല, ശരിയായ നടപടിയല്ല. ഞാനാണ് ആ ചള്ളയിലൂടെ നടന്നു പോയത്, ഞാൻ താന്നു പോയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? അവിടല്ലേ ദൈവമേ നീ എന്നെ സഹായിക്കേണ്ടുന്നത്. ഇവന്റെ പരിഭവമെല്ലാം കഴിഞ്ഞിട്ട് ദൈവം മറുപടി പറയാണ്, കുഞ്ഞെ ശരിയാണ്, ആ പ്രശ്നം വന്നപ്പോൾ 2 കാൽപ്പാടേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ അത് നിന്റെ കാൽപ്പാടല്ല, അത് എൻ്റെ കാൽപ്പാടായിരുന്നു. അപ്പം ഞാനോ, നിന്നെ ഞാൻ എടുത്തേക്കുമായിരുന്നു എൻ്റെ കയ്യിൽ. ദൈവത്തിന് സ്തോത്രം. 23-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു, ഞാൻ പോകുന്ന വഴി എന്ന് പറയുന്നത് മരണനിഴൽ താഴ്വരയാണെങ്കിലും അവിടെ നടക്കുന്നത് ഒരിക്കലും ഒരു ദൈവ പൈതലല്ല, മറിച്ച് എനിക്ക് പകരം നടക്കുന്ന ഒരുവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അതാണ് ദൈവത്തിൻ്റെ കൃപ. അവൻ നമ്മെ തോളിലെടുത്ത്, വായിക്കുന്ന എന്താ, ഒരാട്ടിൻകുട്ടിയെ വയ്യാണ്ടാകുമ്പോൾ നടക്കെന്നും പറഞ്ഞ് അടിച്ചോടിക്കുന്ന ദൈവമല്ല. അവനാ കഴിയില്ലാത്തതിനെ പതിയെ, കുഞ്ഞുങ്ങളെ പതിയെ നടത്തി, ഇനി കഴിവില്ലാത്ത ഒന്നുണ്ടെങ്കിൽ അതിനെ തോളിലെടുത്തുകൊണ്ട് വരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പോൾ ഓരോ മരുഭൂമിയിലും ദൈവത്തിൻ്റെ കൃപ തിരിച്ചറിയണം. 2ാമത്തെ വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഒന്ന്, ഓരോ മരുഭൂമിയിലും നാം മനസ്സിലാക്കേണ്ടുന്ന 6 കാര്യങ്ങൾ. 2ാമത്, ഓരോ മരുഭൂമിയിലും നാം പരിശോധിക്കേണ്ടുന്ന ചില ഘടകങ്ങളുണ്ട്. ഒരു വേദന വയറിന് വരുമ്പോൾ, ശരീരത്തിന് വരുമ്പോൾ നമ്മൾ ഓടി പരിശോധിക്കും, ഇതെന്താണ്, സ്കാൻ ചെയ്യുന്നു, എക്സ്റേ എടുക്കുന്നു, പരിശോധന. ഇവിടെയും ഉണ്ടൊരു പരിശോധന. എന്താണ്? 3 കാര്യങ്ങളെ ഞാൻ ഓർപ്പിക്കട്ടെ. നമ്പർ 1, നമ്മുടെ ഒരുക്കം, ആത്മീയമായ വിശ്വാസത്തിൽ, പ്രാർത്ഥനയിൽ, ഭക്തിയിലുള്ള നമ്മുടെ പ്രിപ്പറേഷൻ എത്രത്തോളം പെർഫെക്റ്റ് ആണെന്നൊന്ന് പരിശോധിക്കണം. എനിക്കൊരു പ്രശ്നം വന്നു, എനിക്കൊരു ബുദ്ധിമുട്ട് വന്നു, എനിക്കൊരു പരാജയം വന്നു. ഉദാഹരണം, സ്കൂളിലെ വിഷയത്തിന് തോറ്റുപോയി. ഞാൻ ജയിക്കേണ്ടതായിരുന്നല്ലോ, ഞാൻ പരാജയപ്പെടേണ്ട അല്ലായിരുന്നു, ഞാൻ നന്നായിട്ട് എഴുതിയെന്നാണ്, പക്ഷെ തോറ്റുപോയി. എന്ത് പറ്റി? അപ്പം എൻ്റെ പ്രിപ്പറേഷൻ, ഞാൻ എത്രത്തോളം അതിനു വേണ്ടി ഒരുങ്ങിയിരുന്നു എന്നുള്ളത് പരിശോധിക്കണം. എത്രത്തോളം ദൈവസന്നിധിയിൽ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ഒരു ഒരുക്കമുള്ളവനാണെന്ന് പരിശോധിക്കണം. പക്ഷേ 5 സ്ത്രീകൾ പരിശോധിച്ചത് എപ്പോഴാണെന്നറിയാമോ? മണവാളം വരേണ്ട ലാസ്റ്റ് ടൈമിന്, അയ്യോ വെളിച്ച് വെണ്ണ ഇല്ലാണ്ടായിപ്പോയി. അയ്യോ, എപ്പോഴായിരുന്നു പരിശോധിക്കേണ്ടുന്നത്? ആദ്യ സമയത്ത് പരിശോധിക്കണമായിരുന്നു. പക്ഷേ പരിശോധന ഏറ്റവും അവസാനത്തെ സമയമായപ്പോൾ, നിങ്ങൾ കടയിൽ പോയി വാങ്ങിയിട്ട് രാത്രിയിൽ ഏത് കട തുറക്കാനാ? ആരുടെയെങ്കിലും വീട്ടിൽ ചെന്ന് തട്ടിപ്പറക്കി പോയി, അവർ പോയപ്പോഴേക്കും മണവാളൻ വന്നു എന്ന് പറഞ്ഞാൽ ആ പ്രിപ്പറേഷന്റെ സമയം അവസാനിച്ചു. സഹോദര സഹോദരി, നീ നിന്നെ തന്നെ ഒന്ന് പരിശോധിക്കേണ്ടുന്ന സമയം തീർന്നിട്ട് പിന്നെ ഓടിയിട്ട് കാര്യമില്ല. ഇപ്പോഴാണ് പരിശോധിക്കേണ്ടുന്നത്. ഇന്ന് രാത്രി ദൈവവചനം കേൾക്കുമ്പോൾ ഈ ദൈവവചനത്തിന് മുമ്പിൽ ഇരുന്നത് പരിശോധിക്കണം. ഏത് സാഹചര്യങ്ങളെയും, ഏത് മരുഭൂമിയെയും അതിജീവിക്കുവാനുള്ള ഒരു സ്ട്രെങ്ത് ദൈവം എനിക്ക് തന്നിട്ടുണ്ടോ? എനിക്കുണ്ടോ? എൻ്റെ പ്രാർത്ഥനയ്ക്ക്, എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിട്ട് വിജയം നേടാനുള്ള ശക്തി എനിക്കുണ്ടോ? അത് പരിശോധിക്കണം. 2ാമത്, നമ്മുടെ കോൺഫിഡൻസ് അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം പരിശോധിക്കേണ്ടുന്ന അടിയന്തരമായ വിശ്വാസം കാര്യം. നമ്മുടെ കോൺഫിഡൻസ് അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം. എല്ലാവരും പറയും എനിക്ക് വിശ്വാസം ഉണ്ട്, എനിക്ക് വിശ്വാസമുണ്ട്, പിന്നെ എനിക്കില്ലെങ്കിൽ പിന്നെ ആർക്കാ ഉള്ളേ? നമുക്കെല്ലാം വിശ്വാസം. എനിക്കുള്ളതുപോലെ ആ സഹോദരന് പോലും ഇല്ല. പക്ഷെ ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ ആകെ തളർന്ന് മുഖം പാടി കണ്ണും കുഴിഞ്ഞ് താഴെ ആകെ തകർന്നു. ആളാണ് പറഞ്ഞത്, എനിക്ക് നല്ല ഫെയ്ത്ത് ഉണ്ട്, എനിക്ക് നല്ല വിശ്വാസമുണ്ട്, നല്ല കോൺഫിഡൻസ് ഉണ്ട്, പക്ഷെ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ ഡിം. 2ാമത്, ഏത് മരുഭൂമിയുടെ മുമ്പിലും എൻ്റെ വിശ്വാസത്തെ ഒന്നുകൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്തോണം. രാവിലെ വണ്ടി എടുക്കുമ്പോൾ പല കാര്യങ്ങളും ടെസ്റ്റ് ചെയ്യണം. കാറിൻ്റെ ടയറിൻ്റെ കാറ്റൊന്ന് പരിശോധിക്കണം, റേഡിയേറ്ററിലെ കാര്യങ്ങളും നോക്കണം, ഇതൊക്കെ ഒന്ന് പരിശോധിക്കണം. ഇല്ലാതെ പോയാൽ ചിലപ്പോൾ വഴിയിലായി പോകും. വിശ്വാസം പരിശോധിക്കാതെ ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് ഉരുട്ടിക്കൊണ്ടുപോയാൽ വഴിയിലായി പോകും, വീണുപോകും, പരാജയപ്പെട്ടു പോകാം. കോൺഫിഡൻസ്, സാഹചര്യങ്ങളെ നേരിടാനുള്ള ധൈര്യമുണ്ടോ? അപ്പോസ്തലനായ പൗലോസിന് 3 വർഷം മരുഭൂമിയിലോട്ട് പോയി എന്നാ വായിക്കുന്നു. 3 വർഷം. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, അവന് തന്നെ ഒന്ന് എംപവറിങ് ആയിരുന്നു, ശക്തിപ്പെടുത്തുക, ഒന്ന് റീചാർജ് ചെയ്യുക. പഴയ ശക്തി പോരാ. കർത്താവിൻ്റെ വേലയിൽ ഉപദ്രവങ്ങളെ നേരിട്ട്, പ്രശ്നങ്ങളെ നേരിട്ട്, അല്ലെങ്കിൽ മരുഭൂമികളെ നേരിട്ട് വിജയം നേടി കർത്താവിന് വേണ്ടി മരണം അനുഭവിക്കണമെങ്കിൽ ആ ശക്തി പോരാ. ഒരു സ്പെഷ്യൽ റീചാർജ് ദൈവത്തോട് ചേർന്ന് റീചാർജ് ചെയ്തിട്ട് അപ്പോസ്തലനായ പൗലോസ് മടങ്ങി വന്ന് കർത്താവിന് വേണ്ടി ഓടി. ആ റീചാർജ് വിശ്വാസത്തെ സംബന്ധിച്ച്, കോൺഫിഡൻസിനെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. 3ാമത്തെ വിഷയത്തിലേക്ക് വരട്ടെ. നമ്മുടെ പ്രാർത്ഥനയെ ഒന്ന് പരിശോധിക്കണം. ഇതാണ് ഏറ്റവും പ്രധാന അണ്ടർലൈൻഡ് എൻ്റെ വക്തൃത.
പിന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ചില വ്യക്തികളോട് സംസാരിക്കുമ്പോൾ പറയും, ബ്രദറെ ഇനി പ്രാർത്ഥിക്കൊന്നും വേണ്ട, ഇത് മാറുകയില്ല. ചില ഭവനങ്ങളിൽ കർത്താവിൻ്റെ ദാസന് ഷുഗറുണ്ട്, സൗഖ്യപ്പെടുത്തണമെന്ന് പറയുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഒരു ചിരിയിരിക്കുന്നൊക്കെ കാണും. എന്തിന് പ്രാർത്ഥിക്കുന്നു? ഷുഗർ പ്രാർത്ഥിച്ചാൽ മാറില്ല. എൻ്റെ ഈ രോഗം ഡോക്ടർ പറഞ്ഞല്ലോ നീ 4 മാസം കൂടെ ഉള്ളെന്ന്. അതെ, പിന്നെ സഹോദര പ്രാർത്ഥിക്കണ്ട, കാരണം 4 മാസം കൂടെ ഉള്ളൂ. ഇവിടെയാണ് പ്രാർത്ഥനയുടെ പരാജയം, ഫെയിലിയർ തിരിച്ചറിയുന്നത്. കാരണം 4 മാസമേ ഉള്ളൂ എന്നല്ല, ലാസറിനെ കുറിച്ച് വായിക്കുന്നത് ശരീരം അളിഞ്ഞു തുടങ്ങിയെന്നേ, ദ്രവിച്ചു തുടങ്ങി. പക്ഷെ തമ്പുരാന്റെ ഒരു വാക്കിന് മുമ്പിൽ അത് നേരെയായിട്ട് അദ്ദേഹം പുറത്ത് തിരിച്ചു വന്നു. എനിക്കിവിടെ ചിരി ഉളവാക്കിയൊരു വസ്തുതയുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ആ അധ്യായത്തിൽ തന്നെ, എനിക്ക് തോന്നുന്നു 12-ാം അധ്യായത്തിൽ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്. വീട്ടിലെ ഫീസ്റ്റൊക്കെ കഴിഞ്ഞ് എല്ലാവരും സന്തോഷിച്ച് നിൽക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, ജനം ലാസറിനെ കൊല്ലുവാൻ ആലോചിച്ചു എന്ന്. അളിഞ്ഞ് നാറ്റം വെച്ച സ്ഥാനത്തു നിന്ന് തിരിച്ചു വന്ന് ജീവൻ പ്രാപിച്ച് ഇവിടെ ഇരുന്ന വ്യക്തിയെ ഒന്നുകൂടെ കൊല്ലാൻ. ലോകം അങ്ങനെയാണ്. പക്ഷേ ലാസറിന് പേടിയുണ്ടോ? ലാസറെ നിന്നെ കൊല്ലാൻ ഒരാൾ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അന്ന് ലാസർ പേടിക്കോ? ഇനി എന്ത് കൊല്ലാനാ? ശരീരം അളിഞ്ഞ് നാറി തുടങ്ങിയ ഞാന് ജീവൻ പ്രാപിച്ച് ഇവിടെ ഇരിക്കുന്നെങ്കിൽ, എൻ്റെ അടുത്ത് എൻ്റെ കർത്താവുണ്ടെങ്കിൽ, ഇനി അവരെന്നെ വെട്ടിക്കൊന്നാലും എൻ്റെ ദൈവം എന്നെ ജീവിപ്പിക്കും. കോൺഫിഡൻസ്, ആ ധൈര്യം ക്രിസ്തീയത്തിലുണ്ടെങ്കിൽ, ആ പ്രാർത്ഥന ദൈവസന്നിധിയിലുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഏത് പ്രതിസന്ധികളെയും നേരിടുവാനുള്ള ഒരു ഒരുക്കം, ധൈര്യം ദൈവം നമുക്ക് തരും. യാക്കോബിന്റെ പ്രവചനം 2-ാം അധ്യായം തന്നെ 17-ാം വാക്യം, യാക്കോബിന്റെ പുസ്തകം 2:17 വായിക്കുന്ന ഒരു വസ്തുതയുണ്ട്. അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാത്തതായാൽ സ്വതവേ നിർജീവം. വിശ്വാസത്തിന് പ്രവൃത്തി വേണം. എനിക്ക് വിശ്വാസമുണ്ട്, ഉണ്ട് ഉണ്ട് ഉണ്ട്, യാതൊരു പ്രവൃത്തിയില്ല. സൗര വിശ്വാസമുണ്ടോ? ഉണ്ട്. എന്നാൽ ഈ രോഗിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാട്ട് മനസ്സിൽ പറയും, അയ്യോ ഞാൻ പ്രാർത്ഥിച്ചാലൊക്കെ സൗഖ്യം കിട്ടുമോ? ആ പറഞ്ഞതല്ലേ, വെറുതെ അങ്ങ് പ്രാർത്ഥിച്ചേക്ക, ഒരു പ്രയോജനം ഉണ്ടാവില്ല. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്തോ വേണം? എനിക്ക് പൂർണ്ണ ഉറപ്പ് വേണം. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഈ രോഗിക്ക് സൗഖ്യം കൊടുക്കും. അല്ലാതെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് പ്രാർത്ഥിക്കാൻ നിൽക്കരുത്. എനിക്ക് നാളെ 5000 രൂപ വേണം, മനസ്സ് പറയാം, കിട്ടുമോ? കിട്ടത്തില്ലെങ്കിലും പ്രാർത്ഥിച്ചേക്കാം, കിട്ടുകയല്ല. എന്ത് വിശ്വസിക്കണം? നാളെ രാവിലെ ആരെങ്കിലും ഒരാൾ വന്ന്, അല്ലെങ്കിൽ പോസ്റ്റ്മാൻ വന്ന് എനിക്ക് 5000 രൂപ കൊണ്ട് തന്നു എന്ന് വിശ്വസിച്ച് അത് വാങ്ങിച്ച് കണ്ട് ദൈവത്തെ സ്തോത്രം ചെയ്യുന്ന കണ്ടിട്ട് ഇന്ന് പ്രാർത്ഥിക്കണം, നാളെ തരുമല്ലോ അല്ല കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, നീ തരും, പിന്നെ നീ തരും, ഞാൻ ആ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ്, ദൈവം പ്രവർത്തിക്കും. കർത്താവ് വെറുതെ പറഞ്ഞതല്ല, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട്, ഒരു കുട്ടി പറഞ്ഞത്, അതിപ്പം മലയോടൊക്കെ നീങ്ങി പോകേണ്ട കാര്യം വല്ലതും ഉണ്ടോ? മല എന്തിനാ നീങ്ങിപ്പോകുന്നേ? കർത്താവ് എന്തിനാ അങ്ങനെ പറഞ്ഞേ? നമുക്ക് രോഗങ്ങളൊക്കെ അല്ലേ നീങ്ങി പോകേണ്ടത്? കർത്താവ് പറഞ്ഞു, അതൊക്കെ സിമ്പിൾ, രോഗം വരും, 4 ദിവസം കഴിയുമ്പോൾ പോവും. പക്ഷെ ഒരിക്കലും മല എന്ത് ചെയ്യത്തില്ല, ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് മാറുകയല്ല. കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥനയുണ്ടെങ്കിൽ, നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ഈ മാറാത്ത മല പോലും ഇവിടെ നിന്ന്, ഒരു മനുഷ്യന്റെ ഒരു ഉദാഹരണമാണ്. വീടിന് മുമ്പിൽ വലിയൊരു മലയുണ്ട്. ഇത് വെട്ടി ഒരു റോഡ് പണിയണമെന്നൊരാഗ്രഹം അദ്ദേഹത്തിന്. പക്ഷേ അദ്ദേഹവും മകനും മാത്രമേ ഉള്ളൂ. മകൻ അങ്ങ് മടുത്തു. അപ്പം ഇത് നടക്കുന്ന കാര്യമൊന്നുമല്ല, ഇത്രയും വലിയ മല നമ്മളെങ്ങനെ വെട്ടി നേരെയാക്കും? ആ മകനോട് അപ്പൻ പറഞ്ഞൊരു വസ്തുതയാണ് എന്നെയും ധൈര്യപ്പെടുത്തിയൊരു വസ്തുത. മോനെ, ഞാനും നീയും വളർന്നുകൊണ്ടിരിക്കുക, ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുക. പക്ഷേ ഈ മല എന്ത് ചെയ്തിട്ടില്ല? മല ഒരിക്കലും വളരത്തില്ല. അത് ഇതുപോലെ ഇവിടെ ഇരിക്കുകയുള്ളൂ. അതിന് വളർച്ചയില്ല. അത് കുറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ വെട്ടുംതോറും കുറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കൾ പ്രാർത്ഥനയിൽ, ഈ ടെസ്റ്റിങ്ങിൽ, ഈ പരിശോധനയിൽ വളർന്നുകൊണ്ടേയിരിക്കും തോറും അതിജീവനത്തിന്റെ മരുഭൂമി താന്നുകൊണ്ടേയിരിക്കും, കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു വലിയ വിജയം നമുക്കുണ്ടാകും. 3-ാമത്തെ വിഷയത്തിലേക്ക് വന്ന് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കട്ടെ. 2-ാമത് പറഞ്ഞത്, പരിശോധിക്കേണ്ടുന്ന 3 കാര്യങ്ങൾ. ദൈവത്തിന്റെ ഒരുക്കം, ദൈവസന്നിധിയിൽ നമ്മുടെ ഒരുക്കം, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരുക്കം എത്രത്തോളമുണ്ട്. 2, നമ്മുടെ കോൺഫിഡൻസ്, നമ്മുടെ വിശ്വാസം എത്രത്തോളമുണ്ട്. 3, നമ്മുടെ പ്രാർത്ഥന എത്രത്തോളമുണ്ട്. ഞാനിത് ഓടിച്ചു പറഞ്ഞുവെങ്കിലും നിങ്ങൾ ചിന്തിക്കണം, വീട്ടിൽ ചെന്ന് എത്രത്തോളം അതിനെ വർദ്ധിപ്പിക്കാമോ അത്രത്തോളം വർദ്ധിപ്പിക്കാം. 3, ഓരോ മരുഭൂമി എങ്ങനെയുള്ളതാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഓരോ രോഗങ്ങളും വ്യത്യാസമാണ്. പണ്ടൊക്കെ പറയും തലവേദന, സാരമില്ലെന്നേ. പക്ഷെ ഇന്നങ്ങനല്ല. തലവേദന കേട്ടാൽ പറയും, അയ്യോ തലവേദനയാണോ, ഉടനെ സ്കാൻ ചെയ്യണം.
പണ്ടൊരു വയറുവേദന വന്നപ്പോൾ സാരമില്ല, എന്തെങ്കിലും ഒരു ഇത് കുടിച്ചാൽ മതി, കഴിച്ചാൽ മതി. പക്ഷെ ഇന്നങ്ങനല്ല. അയ്യോ, ഉടനെ അത് സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ കാലങ്ങൾ മാറും തോറും ഈ അതിജീവനത്തിന്, ഈ മരുഭൂമിയുടെ പ്രശ്നങ്ങൾക്ക് ആ വ്യതിചലനമുണ്ടാകുന്നു, പ്രശ്നങ്ങളുണ്ടാകുന്നു, മാറി മാറിപ്പോകുന്നു. ഇന്നലെ വയ്യാന്ന് പറഞ്ഞൊരു കൊച്ചി ഇന്ന് താണ്ട് മരിച്ചുപോയി. എന്തുവായിരുന്നു ഒന്നും പറഞ്ഞുകൂടാ. കാലം അങ്ങനെയാണ്. നമ്മുടെ മുമ്പിൽ നേരിടുന്ന പ്രതിസന്ധികൾ എങ്ങനെയുള്ളതാണെന്ന് തിരിച്ചറിയണം. ഒന്ന്, ഈ മരുഭൂമി എന്ന് പറയുന്നത് ഒരു ഏകാന്തതയുടെ സ്ഥലമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. രോഗങ്ങൾ വരുന്നവര്, കഷ്ടതയിലൂടെ കടന്നു പോകുന്നവര്, പലവിധമായ പ്രശ്നങ്ങൾ, ഒരിക്കലും അവരുടെ മുഖം ഇങ്ങനെ പ്രസന്നമായിരിക്കുകയില്ല. അല്പം ഒന്ന് തകർന്ന്, ഒന്ന് ഒടിഞ്ഞ് വാടി, പഴയ സന്തോഷമൊന്നുമില്ല, ഒരു ഏകാന്തത. ചിലപ്പോൾ ഭർത്താവിനോട് പറയുമ്പോൾ അദ്ദേഹത്തിന് വേറെ തിരക്കുണ്ട്, അല്പം സമയമില്ല. മാതാപിതാക്കൾ കേൾക്കാൻ സമയമില്ല, മക്കൾക്ക് കേൾക്കാൻ സമയമില്ല, ഭാര്യയ്ക്ക് കേൾക്കാൻ സമയമില്ല, ആർക്കും കേൾക്കാൻ സമയമില്ല. അത് മനസ്സിൽ തന്നെ ഒതുക്കിയ ഒരു ഏകാന്തത. ഞാൻ ആരോട് പറയും? ഒരു ഏകാന്തത, പ്ലേസ് ഓഫ് ലോൺലിനെസ്. ഞാൻ അവിടെ എപ്പോഴും ചിന്തിക്കും, ആ ലോൺലിനെസ്, ആ ഏകാന്തത ഞാൻ അനുഭവിക്കുമ്പോൾ എൻ്റെ അടുക്കൽ എൻ്റെ കർത്താവ് വന്നിരിക്കും. കുഞ്ഞെ, നിന്റെ പ്രശ്നം കേൾക്കാൻ ആരും ഇല്ലയോ? ആരുമില്ല കർത്താവേ, ഞാനുണ്ട്, നീ പറഞ്ഞാട്ടെ. നമ്മുടെ ഒരു സുഹൃത്ത് വന്നിരുന്നു എന്ന് വെച്ചാൽ അവൻ പറയും, ഡേയ് 10 മിനിറ്റേ ഉള്ളൂ, പെട്ടെന്ന് പറഞ്ഞു തീർത്തോണം. കർത്താവ് അങ്ങനല്ല. നീ എപ്പം വരെ പറയുന്നോ ഞാൻ അതുവരെ ഇവിടെ ഇരുന്നോളാം. ദൈവത്തിന് സ്തോത്രം. നീ പറഞ്ഞു തീരുന്നത് വരെ നിന്റെ വാക്കുകൾ കേൾക്കാൻ ഞാൻ തയ്യാറുള്ളവനായി. അങ്ങനെ ഒരേ ഒരുത്തനേ ഉള്ളൂ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഈ വലിയ ഏകാന്തത വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് ഹാഗാറിനെ, കുഞ്ഞിനെ മരുഭൂമിയിൽ ചെന്ന് വെള്ളവും തീർന്നു, ഭക്ഷണവും തീർന്നു. ഒരു കുറ്റിക്കുറങ്കാട്ടിൽ കുഞ്ഞിനെ ഇട്ടിട്ട് ഹാഗാർ മാറിപ്പോയിരുന്നു കരഞ്ഞ്. എനിക്ക് ആ കുഞ്ഞിൻ്റെ നിലവിളി കേൾക്കാൻ വയ്യ, അവൻ്റെ മരണം കാണാൻ വയ്യ. കരഞ്ഞപ്പോൾ അവിടെ ഇറങ്ങി വന്നു എൻ്റെ ദൈവം, അവിടെ ഇറങ്ങി വന്നു എൻ്റെ കർത്താവ്. നിനക്കെന്തു വേണം? എനിക്ക് കുഞ്ഞിൻ്റെ മരണം കാണാൻ വയ്യ. അയ്യോ, നിന്നോട് കുഞ്ഞു മരിച്ചു പോകും, നിന്നോട് ആര് പറഞ്ഞു? നീ വീട്ടിൽ പൊക്കോളൂ, നിനക്ക് വേണ്ടതെല്ലാം ഞാൻ ഒരുക്കിയിട്ടുണ്ട്. അവിടെ ഇറങ്ങി വന്നു. ആ മലയുടെ മുകളിൽ 100-100-ലധികം പ്രവാചകന്മാർ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നപ്പോൾ ഇങ്ങേ സൈഡിൽ ഒറ്റയ്ക്ക് ഏലിയാവ് നിന്നിട്ട് ഒറ്റ പ്രാർത്ഥന. സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി അത് ദഹിപ്പിച്ചപ്പോൾ ഏലിയാവിന് മനസ്സിലായി, ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ ഒറ്റയ്ക്കല്ല. പ്രിയ ദൈവമക്കളെ, ഇതൊരു ഏകാന്തതയുടെ സ്ഥലമാണ്. മരുഭൂമി എന്ന് പറയുന്നത്, പ്രതിസന്ധികൾ എന്ന് പറയുന്നത് ഒരു ഏകാന്തതയാണ്. പക്ഷേ ഒരിക്കലും നിങ്ങൾ ആ ഏകാന്തതയിൽ ഏകാന്തരം ഉള്ളവരല്ല. നിങ്ങളുടെ അടുക്കൽ കർത്താവുണ്ട്. 2, ഇതൊരു എക്സ്പീരിയൻസ്, പ്ലേസ് ഓഫ് എക്സ്പീരിയൻസ് ആണ്. അനുഭവങ്ങളുടെ ഒരു സമയമാണ് ഈ മരുഭൂമി. ഞാൻ എൻ്റെ ജീവിതത്തോട് ചേർന്ന് ചിന്തിക്കുക. ഓരോ പ്രശ്നങ്ങളും വരുമ്പോൾ ഞാൻ ഓരോ പാഠങ്ങളും ഞാൻ പഠിക്കും, ഓരോ അനുഭവങ്ങളും ഞാൻ മനസ്സിലാക്കും, എൻ്റെ കുടുംബത്തോട് ഷെയർ ചെയ്യും. അനേക അനുഭവങ്ങൾ കൂട്ടിച്ചേർക്കുവാനായിട്ട് എനിക്ക് കഴിയും. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന, ആന്ധ്രയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു വശത്ത് ഞാനും കർത്താവും തമ്മിൽ മൽപ്പിടുത്തം. കർത്താവ് എന്നെ വിളിക്കുന്നു, ഞാൻ പറ്റുകയില്ല എന്ന് പറയുന്നു. പിന്നെയും വിളിക്കുന്നു, ഞാൻ പറഞ്ഞു കർത്താവെ പ്ലീസ് എന്നെ വിളിക്കരുത്. നല്ല ജോലിയൊക്കെ കിട്ടി, നല്ല ശമ്പളമൊക്കെ കിട്ടി, പ്ലീസ് വേറെ ആരെങ്കിലും. എത്രയോ പേര് കേരളത്തിലുണ്ട് കർത്താവെ, ഈ പാവപ്പെട്ട എന്നെ തന്നെ വിളിക്കണ്ടേ. ഞാൻ ഇത് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഇല്ല, എനിക്ക് നിന്നെ തന്നെ വേണം. ഒരു വശത്ത് മൽപ്പിടുത്തം, ഞാനിവിടെ ജോലി. ഒരിക്കലും ഞാൻ മെഷീൻ വർക്ക് ചെയ്തപ്പോൾ എൻ്റെ കൈ വലുതായിട്ട് മുറിഞ്ഞു, നഖമെല്ലാം പിഴുതുപോയി, വലിയൊരു മുറിവ് സംഭവിച്ചു. അവിടെ നല്ല ആശുപത്രിയില്ല. 2-3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കൈ പഴുക്കാനായിട്ട് ആരംഭിച്ചു. കൈ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുകയില്ല. ഈ കൈ വേണം എനിക്ക് ജോലി ചെയ്യാൻ. കൈ പഴുത്തു, കൈയുടെ നിറം മാറി തുടങ്ങി. അടുത്തൊരു ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു, ഇത് നല്ല ചികിത്സ വേണം, ഇവിടെങ്ങും പറ്റുകയില്ല, അങ്ങ് ഹൈദരാബാദിൽ പോകണം. നാട്ടിൽ വരാമെന്ന് ആഗ്രഹിച്ചു. അപ്പോഴേക്കും എനിക്ക് തലവര വേദന ആരംഭിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ സൗഖ്യപ്പെടുത്തണം. ഒരു മറുപടിയില്ല, സൗഖ്യപ്പെടുന്നില്ല, ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. തിരിച്ച് നാട്ടിൽ വന്നു. ചികിത്സയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. നാട്ടിൽ വന്നപ്പോഴേക്കും കൈയുടെ നിറം ഒരുമാതിരി മഞ്ഞപ്പിത്തം പിടിച്ച പോലെയായി. അപ്പോൾ ഡോക്ടറെ കാണിച്ചും പറഞ്ഞ്, കൈയുടെ ഇത്രയുള്ള പ്രവർത്തനം നഷ്ടപ്പെട്ടു, മുറിച്ചു കളയേണ്ടി വരും. ഞാൻ വളരെ ദൈവസന്നിധിയിൽ കരഞ്ഞു, കർത്താവേ ഈ കൈ മുറിച്ചു പോയ ഞാൻ എന്ത് ചെയ്യും? അനേക ദൈവദാസന്മാർ, ഞാൻ പോലും അറിയാത്തവര് എന്നെ അന്വേഷിച്ചു വന്നു. അവരെല്ലാം പറഞ്ഞ ഒരു സെന്റൻസ് ഉണ്ട്, ബ്രദറിനെ കുറിച്ച് ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു, ആ ഉദ്ദേശത്തിന് മുമ്പ് കീഴ്പ്പെട്ടാൽ മതി, ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. ഞാൻ ഞങ്ങളുടെ ഇവാഞ്ചലിസ്റ്റിനോട് ഞാൻ പറഞ്ഞു, സൗര, കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഞാനും ദൈവവും മൽപ്പിടുത്തമായിരുന്നു, ഞാൻ വേലയ്ക്ക് വേണ്ടി പോകണം. ഞാൻ പറഞ്ഞു പറ്റുകയല്ല. അദ്ദേഹം പറഞ്ഞു, അടുത്ത ഞായറാഴ്ച ബ്രദർ സഭയിൽ എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞു, ഞാൻ റെഡിയാണെന്നൊന്ന് പറഞ്ഞു നോക്കാൻ പറഞ്ഞു, ടെസ്റ്റിങ്ങിന് വേണ്ടി. ഞാൻ അന്ന് പിറ്റേ ഞായറാഴ്ച സഭയിൽ എഴുന്നേറ്റ് പറഞ്ഞു, വേദന എടുത്ത കൈ കൊണ്ട് പറഞ്ഞു, ഞാൻ ഈ രോഗം ദൈവം സൗഖ്യമാക്കി തരുന്നുവെങ്കിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോകാൻ ഞാൻ തയ്യാറാണ്. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ നിറം മാറാൻ തുടങ്ങി, പച്ചമാംസത്തിൻ്റെ നിറം വന്നു.
കൈക്ക് ആരോഗ്യം ലഭിച്ചു. ഈ പഴുപ്പൊക്കെ ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയും ജോലിക്ക് പോവാം, കൈയൊക്കെ റെഡിയായല്ലോ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു വെൽഡിംഗ് ഷാപ്പിൽ പിന്നെയും ജോലിക്ക് പോൽ പിന്നെയും പഴുപ്പ് കയറാൻ തുടങ്ങി. അപ്പോൾ മനസ്സിലായി ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല, കാരണം ദൈവം എൻ്റെ കൈ കൊണ്ടേ പോവുകയുള്ളൂ. അന്ന് ഞാൻ ദൈവത്തോട് തീരുമാനമെടുത്ത്, കർത്താവേ, ഇത് ശരിക്കും കാര്യമായിട്ടാണ് നീ എന്നെ വിളിച്ചതെന്നാണ് ഞാൻ അറിഞ്ഞില്ല, പക്ഷേ ഞാൻ ഏൽപ്പിക്കുന്നു നിന്നെ. അതിനുശേഷം ആന്ധ്രയിൽ നിന്ന് ഒരുപാട് ഓഫർ വന്നു. അത് തരാം ഇത് തരാം. ഞാൻ പറഞ്ഞു, സഹോദരാ നന്ദി, താങ്ക് യു. ചില മാസങ്ങളുടെ ശമ്പളം എനിക്കുണ്ട്, എനിക്കതും വേണ്ട, പക്ഷെ ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുക. ആ ഏകാന്തതയിൽ എൻ്റെ കൂടെ നിൽക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ചോദിച്ചത് ദൈവത്തോട്, ദൈവമേ ഞാൻ എന്ത് ചെയ്യണം? ഒരു മറുപടി. അതൊരു അനുഭവമായിരുന്നു. ഞാൻ അന്നും ഇന്നും പറയും, ദൈവം എന്നെ വിളിച്ചത് ആ കാലഘട്ടത്തിലേക്ക് അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ആ അതിജീവനം എന്ന് പറയുന്നത് ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ദൈവം എന്നെ വിളിച്ചു എന്നുള്ള ഞാൻ ഓടിച്ച് പറന്നു പോകട്ടെ. 3, ഈ മരുഭൂമി എന്ന് പറയുന്നത് ഒരു വലിയ വേദനയുടെ അനുഭവമായിരിക്കും. ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ സമയം അവസാനിക്കുക. ക്രിസ്തീയ ജീവിതത്തിലെ പ്രതിസന്ധികൾ മുമ്പിൽ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് വന്ന് പെട്ടെന്ന് അങ്ങ് പോകുമെന്ന്. ചിലപ്പോൾ ചില നാളുകൾ വേദനപ്പെടുത്തി എന്ന് വരാം, ചില നാളുകൾ വേദനിച്ചു എന്ന് വരാം, ചില നാളുകൾ കരഞ്ഞു എന്ന് വരാം, ചില നാളുകൾ, ചില വർഷങ്ങൾ, ചില മാസങ്ങൾ, ചില ആഴ്ചകൾ കരഞ്ഞു എന്നും വരാം. ഭയപ്പെടേണ്ട. ഞാൻ ആദ്യം വായിച്ച വാക്യം മറക്കരുത്, ദീർഘക്ഷമയോടെ ഇരിപ്പേ. ഞാൻ ഒറ്റ ഉദാഹരണം ഓടുന്ന് പറഞ്ഞിട്ട് അടുത്ത വിഷയത്തിലേക്ക് ഞാൻ പോയി ആ വിഷയം അവസാനിപ്പിക്കുക. ഇസ്രായേൽ ജനത്തിന്റെ പാപത്തെക്കുറിച്ച് നാം വായിക്കുന്നു. അവർ ചെയ്ത പാപം അടുത്ത തലമുറയോളം ഞാൻ സന്ദർശിക്കുമെന്ന് ദൈവം പറഞ്ഞു. പക്ഷേ 400 വർഷക്കാലം മിസ്രൈമിൽ അടിമത്തം സംഭവിച്ച് അവര് തകർന്ന് നരകിച്ച് നാശമായി തീർന്നപ്പോൾ നമ്മൾ മാറി നിന്നിട്ട് പറയും, ആ പിതാക്കന്മാരോട് ചെയ്ത തെറ്റിന്റെ ശിക്ഷ 400 വർഷക്കാലം അവരനുഭവിച്ചു. ആ 400 വർഷത്തിന് ശേഷമാണ്, 400 സംതിങ് വർഷത്തിന് ശേഷമാണ് അവർക്ക് ഇവിടുന്ന് വിടുതൽ ലഭിച്ചത്. എന്ന് പറഞ്ഞാൽ അറൗണ്ട് 100 വർഷം വെച്ച് നോക്കിയാൽ 4 തലമുറയോളം ആ പിതാക്കന്മാരുടെ പാപം ദൈവം അവരെ സന്ദർശിച്ചു. ദൈവമക്കളെ, ദൈവസന്നിധിയിൽ ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന ദൈവമക്കളെ, പാപം ചെയ്യാൻ പാടില്ല, തെറ്റ് ചെയ്യാൻ പാടില്ല. പക്ഷേ ചെയ്താൽ, നമ്മുടെ ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചാൽ തലമുറ നമ്മെ അറിയത്തു പോലുമില്ലാത്ത തലമുറ വരെ ആ ന്യായവിധി അനുഭവിക്കാൻ പറ്റിയെന്ന് വരും. സുഖമുള്ള ജീവിതമായിരിക്കുകയല്ല ക്രിസ്തീയ ജീവിതം. കഷ്ടതയും വേദനയും ഒക്കെ നിറഞ്ഞതാ. ഞാൻ ഇന്നും സൺഡേ സ്കൂൾ സ്റ്റുഡൻസിനോട് പറഞ്ഞു, നിങ്ങളുടെ പേരൻസിനെ കൊണ്ട് പോലും ഒരു തെറ്റ് ചെയ്യിപ്പിക്കുവാൻ നിങ്ങൾ അനുവദിക്കരുത്. കാരണം ആ ശിക്ഷ നിങ്ങളോ നിങ്ങളുടെ മക്കളോ അവരുടെ മക്കളോ ഒക്കെ അനുഭവിച്ചു എന്ന് വരാം. പക്ഷെ ഇതെല്ലാം ഈ ഭൂമിയിൽ മാത്രമേ ഉള്ളൂ. യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണെങ്കിൽ, ദൈവത്തിന്റെ പരിശോധനയാണെങ്കിൽ അപ്പുറത്ത് ചെല്ലുമ്പോൾ അതുണ്ടാകില്ല. പക്ഷേ ശിക്ഷാവിധിയിലൂടെ ജീവിതം കടന്നു പോകാൻ ഇടയാകാതിരിക്കട്ടെ. അതൊരു വേദനയുടെ സ്ഥലമാണ്. 4, അത് ദൈവകൃപയുടെ സ്ഥലമാണ്. ഞാൻ എപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നൊരു വസ്തുത, എത്രത്തോളം മരുഭൂമി എൻ്റെ ജീവിതത്തിൽ വർദ്ധിക്കുന്നുവോ അത്രത്തോളം ദൈവകൃപയും വർദ്ധിക്കും. ദൈവത്തിന് സ്തോത്രം. എത്രത്തോളം ദൈവകൃപ വളരുന്നുവോ ചിലപ്പോൾ അത്രത്തോളം പ്രശ്നങ്ങളും വളർന്നു വരാം. എത്രമാത്രം പ്രശ്നമുണ്ടോ അതിൻ്റെ ഡബിൾ ആയിരിക്കും ദൈവത്തിൻ്റെ കൃപ. 50% മരുഭൂമിയാണെങ്കിൽ 100% ദൈവത്തിൻ്റെ കൃപയും എനിക്കുണ്ടാകും. അത് തിരിച്ചറിയണം. ലാസ്റ്റ്, പ്ലേസ് ഓഫ് മിറക്കിൾസ്. അതൊരു അത്ഭുതത്തിൻ്റെ സ്ഥലമാണ് ഈ മരുഭൂമി. എന്താ കാര്യം എന്നറിയാമോ? ആരോടും പറഞ്ഞാൽ മനസ്സിലാക്കാത്ത, ആരും ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്ഭുതങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരനുഭവമായിരിക്കും എൻ്റെ ജീവിതത്തിലെ മരുഭൂമി. ഞാൻ പലപ്പോഴും സാക്ഷ്യം പറയാൻ മടിക്കുന്നൊരു കാര്യമുണ്ട്. ഉള്ളത് പറഞ്ഞാൽ പല സാക്ഷ്യങ്ങളും എൻ്റെ ലൈഫിൽ നിന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കത്തില്ല. പിള്ളേർ പറയുന്ന പോലെ പറയും, തള്ളുക എന്ന് പറയും. ഞാൻ അനുഭവിച്ച ചില യാഥാർത്ഥ്യങ്ങളാണ്, ഞാൻ കണ്ടത്, കേട്ടത്, മനസ്സിലാക്കിയത്. പലരോട് പറഞ്ഞപ്പോൾ ചുമ്മാ അത് പറയാതെ, അങ്ങനൊന്നും സംഭവിക്കില്ലെന്നേ. ചിലരുടെ അനുഭവം, മിറക്കിൾസ്, അത്ഭുതങ്ങളെ ദൈവം നടക്കും. നമ്മുടെ മരുഭൂമി എന്ന് പറയുന്നത്, എൻ്റെ ജീവിതത്തിലെ മരുഭൂമി എന്ന് പറയുന്നത്, എൻ്റെ അതിജീവനം, അതൊരു മിറക്കിളായിരിക്കും. ആ മിറക്കിൾ എന്ന് പറയുന്നത് ഒരു വലിയ സാക്ഷ്യമായിരിക്കും. ഞാനിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഈ മരുഭൂമിയുടെ മധ്യത്തിൽ ഒരു റോസാപ്പൂവായി വിടർന്നു നിൽക്കുവാൻ എന്നെയും നിങ്ങളെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. മരുഭൂമിയിൽ റോസാപ്പൂ ഉണ്ടോ? ഏതെങ്കിലും മരുഭൂമിയിൽ റോസാപ്പൂ കണ്ടിട്ടുണ്ടോ? ഒരിക്കലും ഉണ്ടാകില്ല. പക്ഷേ ആ മരുഭൂമിയിൽ, ജീവിതത്തിൻ്റെ മരുഭൂമിയുടെ മുമ്പിൽ ഞാനും നിങ്ങളും ഒരു റോസാപ്പൂവായിട്ട് തീരും. മരുഭൂമി എന്നുള്ളതിൻ്റെ എബ്രായ വാക്കിൻ്റെ അർത്ഥം സംസാരിക്കുന്ന പ്ലേസ്, സംസാരിക്കുന്ന സ്ഥലമെന്നാണ്. അതെ, ഓരോ മരുഭൂമികളും എൻ്റെ ജീവിതത്തിൽ ദൈവത്തോട് സംസാരിക്കുന്ന സ്ഥലമായിരിക്കണം. മറ്റുള്ളവരോട് അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു സ്ഥലമായിരിക്കണം.
ഞാൻ 3 കാര്യങ്ങളൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുക. 1, ഓരോ പുതിയ പുതിയ വഴിയിലൂടെ ദൈവം നമ്മെ നടത്തുമ്പോൾ അതിൻ്റെ തൊട്ടുപുറകിൽ പുതിയ പുതിയ പരിശോധനകൾ വരുമെന്ന് നിങ്ങൾ മറക്കരുത്. 2, വലിയ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലെ വലിയ വിജയത്തിൻ്റെ തൊട്ടുപുറകിൽ ഉണ്ടാവുമെന്ന് നിങ്ങൾ മറക്കരുത്. ഒരു വലിയ വിജയം നമുക്ക് ലഭിച്ചു, തൊട്ടുപുറകെ ഒരുപക്ഷെ ഒരു വലിയ പരാജയം, വലിയ ബുദ്ധിമുട്ട്, വലിയ വേദനയും വരാം എന്ന് നിങ്ങൾ മറന്നു പോകരുത്. 3, എല്ലാ പ്രശ്നങ്ങളുടെയും ഇടയിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിൽ അതിൻ്റെ പരിഹാര മാർഗവുമായിട്ട് നമ്മുടെ ദൈവം നിൽപ്പുണ്ടെന്ന് നിങ്ങൾ മറന്നു പോകരുത്. ഈ 3 ചിന്തകളാണ് എന്നെ വളരെ ധൈര്യപ്പെടുത്തിയത്. നമ്മുടെ ഏത് വിജയത്തിൻ്റെ മുമ്പിലും ഒരു പ്രശ്നം വരാം, ഒരു കണ്ണുനീര് വരാം. പഴയ അമ്മമാരൊക്കെ പറയും, ഒത്തിരി ചിരിക്കണ്ട, ചിലപ്പോൾ കരയുമെന്നും പറയും. അതാ ഞാനിവിടെ പറഞ്ഞത്. ചിലപ്പോൾ വലിയ നന്മ ദൈവം നമുക്ക് തരുമ്പോൾ അതിൻ്റെ പുറകിൽ ചില വേദനകളും വരാം. വയനാട്ടിലൊരു പെൺകുട്ടിയുടെ സാക്ഷ്യം നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകും. കഴിഞ്ഞ 10 വർഷം അവർ 10 പേരായിരുന്നു. രാവിലെ മുതൽ സ്കൂളിൽ പോകുന്നത്, തിരിച്ചു വരുന്നത്, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നവർ 10 പേരായിരുന്നു. പക്ഷെ ഇന്ന് ആ പെൺകുട്ടി പറഞ്ഞത് 9 പേരും ഇന്ന് അവിടെ ഇല്ല. എവിടെയോ മണ്ണിനടിയിൽ അവരെല്ലാം മറഞ്ഞുപോയി. ഈ പെൺകുട്ടി ചോദിക്കുക, ഞാൻ മാത്രം എന്തിനാ ബാക്കി വന്നത്? എന്നെ കൂടെ അവർക്ക് കൊണ്ടുപോകാമായിരുന്നു. ഇനി ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ സ്കൂളിൽ പോകും? ഒറ്റയ്ക്ക് എങ്ങനെ മടങ്ങി വരും? ഒറ്റയ്ക്ക് എങ്ങനെ പഠിക്കും? ഞാനൊന്നും ചെയ്യുന്നില്ല. അവൾ ആ സെമിത്തേരിയിൽ അവരെ അടക്കിയ സ്ഥലത്ത് വന്നിരിക്കുക. ജീവിതം തകർന്ന്, ലക്ഷ്യമില്ലാതെ, ഒരു താല്പര്യമില്ലാതെ, ഒരു പ്രതീക്ഷയുമില്ല, ഒന്നുമില്ലാതെ, വിശപ്പില്ലാതെ, ദാഹമില്ലാതെ. ചിലപ്പോൾ നമ്മുടെയൊക്കെ ജീവിതം അതുപോലെ ആയിത്തീരും. ഒരു വിശ്വാസിയുടെ അതിജീവനം അത് വളരെ ചിന്തിക്കേണ്ടുന്നൊരു വസ്തുതയാണ്. ഇവിടെ ആർക്കും പരാജയപ്പെടാം, ഇവിടെ ആർക്കും വിജയിക്കാം. എന്നാൽ ആ പരാജയം ഒരു വലിയ പരാജയമായി തീരാം. വിജയിക്കുന്നെങ്കിൽ അതൊരു വലിയ വിജയമായി തീരാം. ഞാൻ അവസാനം പറഞ്ഞത് മറക്കരുത്. ഓരോ വലിയ വിജയങ്ങൾക്ക് പുറകിലും ചിലപ്പോൾ ചില വേദനകൾ വരാം. ഓരോ പ്രതിസന്ധിയുടെ മുമ്പിലും ദൈവം ഏതെങ്കിലും ഒരു മൂലയിൽ അതിൻ്റെ പരിഹാരവും മാർഗവുമായിട്ട് കാത്തിരിപ്പുണ്ടെന്ന് ഞാൻ നിങ്ങളും തിരിച്ചറിയണം. ഓരോ പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ അവസാനം ഒന്നും അല്ലത്. നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല, അതിൻ്റെ ഒരു പരിഹാര മാർഗമുണ്ടെന്ന് തിരിച്ചറിയാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ എക്സ്പീരിയൻസുകളാണ് ദൈവവചനത്തിലൂടെ നമ്മളെ കാണുന്നത്. അപ്പോൾ പൗലോസ് പറയുന്നുണ്ട്, എന്തെല്ലാം പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു ലേഖനത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ അവിടെ എങ്ങും അവൻ തളർന്നു പോയില്ല. അവൻ നിലനിന്നു ധൈര്യത്തോടെ, ധീരതയോടെ, വിജയത്തോടെ. അതിന്ന് നമുക്ക് സാക്ഷ്യമായിട്ട് എഴുതി തന്നു. അത് വായിച്ചിട്ട് നമ്മൾ ധൈര്യപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ എപ്പോഴും ചിന്തിക്കും, ക്രൂശിൽ അടികളും തുപ്പലും എല്ലാ ഉപദ്രവങ്ങളും ഏറ്റിട്ടും എൻ്റെ കർത്താവ് ഒരു വാക്കുപോലും അവിടെ മറുപടി പറഞ്ഞില്ല. എൻ്റെ കർത്താവിന് മറുപടി പറയാൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, അവരോട് പ്രതികാരം കൊടുക്കാൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, ഇങ്ങനെ സംഭവിക്കുമെന്ന് അറിയാതിരുന്നിട്ടുമല്ല. പക്ഷെ അത് അനിവാര്യമായിരുന്നു, അതാവശ്യമായിരുന്നു. ആ ഏകാന്തതയായിരുന്നു ഇന്ന് നമ്മുടെ ജീവിതത്തിലെ വലിയ വിജയത്തിൻ്റെ കാരണം. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ നാളെ കടന്നു വരാം, ഉപദ്രവങ്ങൾ വരാം, കണ്ണുനീര് വരാം, നിരാശ വരാം, ഇല്ലായ്മ വരാം. അത് അനേകർക്ക് സാക്ഷ്യമായി തീരണം. പ്രതികരിക്കരുത്. കൃഷിക്കാരൻ തൻ്റെ കൃഷിക്ക് വേണ്ടി ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നത് പോലെ നിങ്ങളും ദീർഘക്ഷമയോടെ കാത്തിരിക്കുക. ഏതെങ്കിലും ഒരു മൂലയ്ക്ക് മറുപടിയുമായിട്ട് എൻ്റെ കർത്താവ് ഇരിപ്പുണ്ട്. അവനോടി മടങ്ങി വരും. നമ്മുടെ ആവശ്യങ്ങൾക്കുമായിട്ട് അവൻ ആ പ്രശ്നം പരിഹരിക്കും. നമ്മെ തൻ്റെ മാറോട് ചേർക്കും. ഉത്തമഗീതത്തിൽ നാം വായിക്കുന്നു, ആ മുള്ളുകളുടെ ഇടയിൽ എൻ്റെ കാന്തയിരിക്കുന്നു. മുള്ളുകളുടെ ഇടയിൽ. അടുത്ത ഭാഗത്ത് വായിക്കുന്നത്, ആ യജമാനൻ, ആ രാജകുമാരൻ അവളെ എടുത്ത് കൊട്ടാരത്തിൽ കൊണ്ടെത്തിച്ചു. ഇന്ന് മുള്ളുകളാണ് നമുക്ക് ചുറ്റുമെങ്കിലും നാളെ ഒരു സ്ഥലം, ഒരു കൊട്ടാരം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ മുള്ളുകൾ സാരമില്ല എന്നെണ്ണിക്കൊണ്ട് കഷ്ടതയാണെങ്കിൽ സന്തോഷത്തോടെ, പുഞ്ചിരിയോടെ നേരിട്ട് ഈ വലിയ അതിജീവനം വിജയമാക്കി തീർക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചനത്തിൽ നിന്ന് അനുഗ്രഹീതമായ ആലോചനകളാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. അതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രത്യേകിച്ച് കഷ്ടതകളെക്കുറിച്ചുള്ള ഒരു അനുഗ്രഹീതമായ ക്ലാസ്സാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. പത്രോസിന്റെ ലേഖനത്തിൽ നാം കാണുന്നത്, നമുക്ക് കഷ്ടതകൾ വരുമ്പോൾ അതൊരു അപൂർവ കാര്യമാണ് എന്ന് വിചാരിച്ച് നാം അതിശയിച്ചു പോകേണ്ട കാര്യമില്ല. കാരണം അത് എല്ലാവർക്കും, എല്ലാവരുടെ ജീവിതത്തിൽ വരുന്ന ഒരു കാര്യമാണ്. എന്നാൽ
അതിനെ എങ്ങനെ അതിജീവിക്കും, നാം ഇപ്പോൾ കേട്ടതുപോലെ എങ്ങനെ അതിജീവിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഷ്ടത എന്ന് പറയുന്നത് അത് ഏകാന്തതയുടെ ഒരവസ്ഥയാണ്. അതേസമയം അനേക അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുന്നു. വളരെ വേദന നമ്മിൽ ഉളവാക്കുന്ന കാര്യമാണ്. എന്നാൽ അതേസമയം ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ അത്ഭുത കരങ്ങളും കാണുവാൻ സാധിക്കുന്ന ഒരവസരമാണ് കഷ്ടത എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് കഷ്ടതയിൽ സന്തോഷിക്കുവാനായിട്ട് നമ്മൾ കാണുന്ന പോലെ കഷ്ടതയിൽ നാം സന്തോഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്നാൽ അതേസമയം എങ്ങനെ അതിജീവിക്കും എന്ന് ചോദിച്ചാൽ ഒന്നാമതായിട്ട് കഷ്ടതയുടെ സമയത്ത് നാം ഒരുങ്ങിയിരിക്കണം. പൗലോസ് അപ്പോസ്തലൻ്റെ ആ ഒരു വലിയ ഒരുക്കത്തെക്കുറിച്ച് നാം കേട്ടു. തന്നെ ദൈവം വിളിച്ച് വേർതിരിച്ചതിന് ശേഷം താൻ മരുഭൂമിയിൽ 3 വർഷക്കാലം ചെലവഴിച്ചു എന്നാണ് ഗലാത്യ ലേഖനത്തിൽ നാം കാണുന്നത്. 3 വർഷക്കാലം താൻ യാതൊരു ശുശ്രൂഷയും ചെയ്തില്ല. മരുഭൂമിയിൽ കർത്താവിനോടൊപ്പം താൻ സമയം ചെലവഴിച്ചു. അപ്പോൾ എത്രത്തോളം നാം ഒരുങ്ങിയിരിക്കുന്നുവോ, എത്രത്തോളം നാം കർത്താവിനോടൊപ്പം സമയം ചെലവഴിക്കുന്നുവോ, അത്രത്തോളം കഷ്ടതയെ അതിജീവിക്കാനുള്ള വലിയ ബലം, വലിയ ധൈര്യം നമുക്ക് കിട്ടും എന്ന് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് കേൾക്കുവാനായിട്ട് സാധിച്ചു. അതിനുശേഷം വിശ്വാസത്തോടെ നാം ഒരുങ്ങിയിരിക്കണം, പ്രാർത്ഥനയോടെ നാം ഒരുങ്ങിയിരിക്കണം. അങ്ങനെ ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം പാലിക്കുമ്പോൾ ഈ കഷ്ടതയുടെ അവസരങ്ങളിൽ അധൈര്യപ്പെട്ടു പോകാതെ ധൈര്യത്തോടെ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കും. വരുന്ന ആളുകളിൽ അപ്രകാരം ജീവിപ്പാനായിട്ട് നമുക്ക് അധികമായിട്ട് പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. അനുഗ്രഹീതമായ ആലോചനകൾ ഇന്ന് നമ്മളെ കേൾപ്പിച്ച പ്രിയ കർദാസൻ സന്തോഷ് മാത്യു അവരോടുള്ള നന്ദി ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. കർദാസൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. വരുന്ന ആളുകളും ദൈവം ധാരാളമായിട്ട് പ്രിയ കർദാസനെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഗാനങ്ങൾ ആലപിച്ച പ്രിയ കുഞ്ഞുങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. വിവിധ സ്ഥാനങ്ങളിൽ നിന്ന് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഉള്ള നന്ദിയെ ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. TBFൻ്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. തുടർന്നും വിവിധ പ്രവർത്തനങ്ങളെ ഓർത്ത് തുടർന്നും പ്രാർത്ഥനകൾ ഓർക്കണമേ എന്ന് അപേക്ഷിക്കും. ചില പ്രാർത്ഥന വിഷയങ്ങൾ കൂടെ ഒന്ന് അനൗൺസ് ചെയ്തതിന് ശേഷം നമുക്ക് പ്രാർത്ഥിച്ച് മീറ്റിംഗ് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പുല്ലാനിവിള ബ്രദർ അസംബ്ലിയുള്ള ബന്ധത്തിൽ ചില പ്രവർത്തനങ്ങൾ ഈ നാളുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് TBBTI എന്ന പേരിൽ ഒരു ബൈബിൾ കോളേജ് നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു ഷോർട്ട് ടേം ബൈബിൾ കോളേജാണ്, 4 മാസത്തെ കോഴ്സാണത്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആളുകളെ, വിശ്വാസികളെ പ്രാപ്തരാക്കി തീർക്കുന്നതിനാണ് ഈ ബൈബിൾ കോളേജ്. അതാണ് അതിൻ്റെ പ്രധാന ഉദ്ദേശ്യം എന്ന് പറയുന്നത്. ആ വിധത്തിൽ അനേകർ ഇന്ത്യയിലെ വിവിധ സ്ഥാനങ്ങളിൽ നിന്ന് കടന്നു വന്ന് ബൈബിൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ 2025 ഏപ്രിൽ 2 മുതൽ 5 വരെ ഒരു ടീൻസ് ആൻഡ് യൂത്ത് ക്യാമ്പ് കണ്ടക്ട് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പുല്ലാനിവിള സഭയുടെ ആഭിമുഖ്യത്തിൽ അത് കണ്ടക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ വിഷയവും പ്രത്യേകം പ്രാർത്ഥനകൾ ഓർക്കാം. വളരെയധികം ആവശ്യങ്ങൾ ഇതിനുള്ള ബന്ധത്തിലുണ്ട്. നിങ്ങൾക്കറിയാം, വലിയ ചിലവ് വരുന്ന പ്രവർത്തനങ്ങളാണ്. ആ വിധത്തിൽ ദൈവാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യത്തിൽ സഹകരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. മാത്രമല്ല, അതിനുള്ള ബന്ധത്തിൽ ഫണ്ട് റൈസിങ്ങിൻ്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ ഇവിടെ സെയിൽസിനായിട്ട് ചില ഫുഡ് ഐറ്റംസ് സെയിൽസിനായിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ആ കാര്യത്തിലും സഹകരിക്കണം എന്ന് ഓർപ്പിക്കുന്നു. അപ്പോൾ ഇപ്പോഴത്തെ പ്രധാനമായിട്ട് ഈ 2 പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. TBFൻ്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. മറ്റ് നമ്മുടെ ഇടയിൽ കഷ്ടത അനുഭവിക്കുന്നവർ, രോഗികളായിരിക്കുന്ന അനേകരുണ്ടല്ലോ, അവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ പ്രാർത്ഥിച്ച് നമുക്ക് ഈ യോഗം അവസാനിപ്പിക്കാം. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതിനായിട്ട് പേരുക്കടയിൽ നിന്നുള്ള പ്രിയ ജേക്കബ് അങ്കിളിനെ ഞാൻ ക്ഷണിക്കും. ജേക്കബ് അങ്കിൾ കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു.
ഈ അനുഗ്രഹിക്കപ്പെട്ടതായ ഈ സന്ധ്യാസമയം ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. കർത്താവെ, വചനത്തിൽ നിന്ന് നല്ല ആലോചനകൾ ഞങ്ങൾക്ക് ലഭിക്കാൻ തക്കണം. കർത്താവ് കൃപയർലീനായി ഞങ്ങൾ നിന്നെ നന്ദി കരയേറ്റുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രതികൂല ഘട്ടങ്ങളിലും കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും ഞങ്ങൾ അതിനെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് കർത്താവെ ഞങ്ങൾ ദീർഘക്ഷമയോടെ കാത്തിരുന്ന് കർത്താവിൽ വിശ്വസിച്ച് പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ ആ കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് കാത്തിരിപ്പാൻ തക്കവണ്ണം ഉള്ള കൃപ ഞങ്ങൾക്ക് അധികമായിട്ട് അവിടുന്ന് പകർന്നു തരുമാറാകണമേ. കർത്താവെ, കഷ്ടങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ അത് ഞങ്ങളുടെ തോൽവിക്കും ജയത്തിനും കാരണമാണ്. എന്നാൽ ആ ജയത്തിന് കാരണമാക്കുവാൻ തന്നെ പൂർണ്ണമായിട്ട് ക്രിസ്തുവിൽ ഞങ്ങൾ അർപ്പിച്ച് ക്രിസ്തുവിൽ തന്നെ ഏകാഗ്രരായിട്ട് കർത്താവെ നിൻ്റെ ശക്തിയോടും നിൻ്റെ ബലത്തോടും കൂടെ അതിനെ അതിജീവിപ്പാൻ തക്കണം. കർത്താവെ, ഞങ്ങളെ സഹായിക്കണം. കർത്താവെ, വനം തന്നായ ദേവദാസനെയും കരങ്ങൾ സമർപ്പിക്കുന്ന കർത്താവെ, വേലയിലെല്ലാം കർത്താവ് അധികമായിട്ട് അനുഗ്രഹിക്കണം. കർത്താവെ, പൂർണ്ണമായിട്ട് കർത്താവിൻ്റെ വേല ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം കർത്താവിൻ്റെ അനുഗ്രഹവും കൃപയും എല്ലാം അധികമായിട്ട് വർഷിക്കണമേ. കർത്താവെ, ഇവിടെ പാട്ടുപാടിയ കുഞ്ഞുങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്കും കർത്താവെ കൊടുത്തിരിക്കുന്ന ഈ നല്ല കഴിവിനായിട്ട് ഞങ്ങൾ നന്ദി കരയേറ്റുന്നു. അധികമായിട്ട് കർത്താവിന് പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമേ. കർത്താവെ, ഈ കാലഘട്ടത്തിൽ കർത്താവെ യൗവനക്കാർക്ക് ഇത് നല്ലൊരു പ്രചോദനമായി തീരുവാനും അനേകർ കർത്താവെ അവരുടെ സമയങ്ങൾ കർത്താവിന് വേണ്ടി ചെലവഴിപ്പാൻ തക്കവണ്ണം കർത്താവെ ഇതെല്ലാം കാരണമായി തീരുവാനും തക്കവണ്ണം സഹായിക്കണം. കർത്താവെ, TBFന് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എൻ്റെ എല്ലാ പ്രവർത്തന മേഖലയിലും കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവെ, വേണ്ടുന്ന എല്ലാ നന്മകളും കൊടുത്ത് കർത്താവ് സഹായിക്കണം. കർത്താവെ, ചെയ്യുന്ന എല്ലാ വേലകളും തിരുനാമത്തിൽ ചെയ്യുവാനും കർത്താവിൻ്റെ മഹത്വത്തിനായിരിക്കാനും തക്കണം കർത്താവ് സഹായിച്ച് അനുഗ്രഹിക്കണം. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ ഞങ്ങൾ പറഞ്ഞതായ വിഷയങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, പുല്ലാനുള്ള സഭയിൽ നടക്കുന്നതായ ആ ബൈബിൾ കോളേജിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും വരുന്ന ദൈവമക്കളെ അവിടെ കൊണ്ടുവന്ന് കർത്താവെ ദൈവവചനം പഠിപ്പിച്ച് അവരെ പ്രാപ്തരാക്കി തിരിച്ച് അവരുടെ നാട്ടിലേക്ക് വിട്ട് കർത്താവെ അവിടെ വചനം ശുശ്രൂഷിപ്പാനുള്ള കഴിവ് അവർ കൊടുപ്പാൻ തക്കവണ്ണം കർത്താവ് കൃപയറണം. അങ്ങനെ കർത്താവെ, നോർത്ത് ഇന്ത്യയിലൊക്കെ അനേകർ കർത്താവിനെ അറിയുവാനും സ്നേഹിപ്പാനും തക്കവണ്ണം കർത്താവ് ഇത് കാരണമാക്കണം. കർത്താവെ, കൂടാതെ ആ ടീൻ ആൻഡ് യൂത്തിൻ്റെ ക്യാമ്പിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും കർത്താവ് ഒരുക്കി തരണം. കർത്താവ് തക്ക സമയത്ത് നടക്കുവാനും അനേകം യൗവനക്കാർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാം അത് പ്രയോജനകരമാകുവാനും കർത്താവ് സഹായിക്കണം. അവർ കർത്താവെ അവരുടെ യൗവനത്തിൽ തന്നെ സൃഷ്ടാവിനെ കണ്ടുമുട്ടുവാൻ തക്കവണ്ണം കർത്താവ് ഇതെല്ലാം കാരണമാണ്. കർത്താവെ, സഭയായിട്ട് ചെയ്യുന്ന എല്ലാ വേലകളും കർത്താവെ അതെല്ലാം കർത്താവിൻ്റെ അനുഗ്രഹമുള്ള വേലകളായി തീരുവാനും കർത്താവിനെ അധികമായിട്ട് കർത്താവ് ഈ ദേശത്തും ഞങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിലും എല്ലാം കർത്താവിനെ പകർന്നു കൊടുക്കാനും തന്നെ തക്കവണ്ണം പ്രാപ്തമാക്കി തീർക്കണം. കർത്താവ്, ഇന്നിവിടെ സന്നിധരായിരിക്കുന്ന എല്ലാവരും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗത്തിലും പ്രയാസത്തിലൂടെ കടന്നുപോരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പലരും പലവിധമായ പ്രയാസങ്ങളിൽ ആശുപത്രികളിലും കർത്താവെ പലവിധമായ സർജറിയൊക്കെ കഴിഞ്ഞ് കർത്താവെ വിശ്രമത്തിലും ഒക്കെ ആയിരിക്കുന്ന അവസരത്തിൽ കർത്താവെ ഞങ്ങൾ അവരോടെല്ലാം കർത്താവ് കരുണ തോന്നി അനുഗ്രഹിക്കണം. കർത്താവെ, നീ മാത്രം ഞങ്ങളുടെ നല്ല വൈദ്യനാണ്. ഞങ്ങൾ പൂർണ്ണമായിട്ട് നിന്നിൽ ആശ്രയിക്കുന്നു. കർത്താവെ, നിന്നല്ലാതെ ഞങ്ങൾക്ക് സൗഖ്യം എങ്ങും ലഭിക്കില്ല ഞങ്ങൾ അറിയുന്നു. കർത്താവെ, നിൻ്റെ വിടുതലിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ സന്ധ്യാസമയം ഞങ്ങൾക്ക് കൂടി വരുവാൻ തക്കവണ്ണം കർത്താവ് ഒരുക്കിയിരിക്കുന്ന ക്രമീകരണത്തിനായി സ്തോത്രം. ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്ന എല്ലാ സഹോദരങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണം. അവരുടെ ആവശ്യങ്ങളിലെല്ലാം കർത്താവ് കൂടി എന്ന് സഹായിക്കണം. ഈ സന്ധ്യാസമയം കർത്താവെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ നല്ല സമയത്തിനായി സ്തോത്രം. ഈ ദേശത്ത് കർത്താവിൻ്റെ നാമം അധികമായിട്ട് വർദ്ധിപ്പാൻ തക്കവണ്ണം കർത്താവെ ഇതിൽ കൂടെ കർത്താവ് കാരണമാകണം. കർത്താവെ, അനേകർ വന്ന് വചനം കേൾപ്പാൻ കർത്താവെ വഴി ഒരുക്കണം. കർത്താവെ, അതിനായിട്ട് ഞങ്ങളും കർത്താവെ കൂട്ടിക്കൊണ്ട് വരുവാൻ തക്കവണ്ണം കർത്താവെ സാഹചര്യങ്ങളെ കർത്താവ് ഒരുക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലവും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നമ്മൾ കേട്ടായ വചനത്തിന്മേലും കൂടി നിൽക്കുന്ന എല്ലാവരുടെ മേലും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ.